ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രതീക്ഷയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാനും വലിയവനും വിശ്വസ്തനുമായ ദൈവം നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്കിങ്ങനെ ഒരു നല്ല അവസരം ഒരുക്കി തന്ന നല്ല പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ, നമ്മയും കണ്ട കർത്താവിനെ, നമ്മെ സ്നേഹിച്ച കർത്താവിനെ, നമ്മെ അറിഞ്ഞ കർത്താവിനെ, നമ്മെ ചേർത്തിരുത്തിയിരിക്കുന്ന നല്ല കർത്താവിനെ ഈ പകലിലും സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ലോകമെമ്പാടും ഭക്തലക്ഷങ്ങൾ അനേകർ അങ്ങേ സ്തുതിക്കുന്ന ഈ പകൽക്കാലം, അങ്ങേ ആരാധിക്കുന്ന ഈ പകൽക്കാലം, ഭൂലോകത്തിൽ സ്തുതിയും സ്തോത്രവും ഉയരുന്ന ഈ പകൽക്കാലം, ആ സ്തുതിക്കും സ്തോത്രത്തിനും ഓഹരിക്കാരായി പങ്കുകാരായി തീരുവാൻ ഞങ്ങൾക്കും അവസരമൊരുക്കിയ കൃപയ്ക്കായി നന്ദി രാജാവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. മഹത്വം തിരിച്ചറിയുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇന്ന് ലഭിച്ച നല്ല അവസരത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നവർ ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. കരങ്ങൾ തട്ടി ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഇവിടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും മഹത്വത്തിന്റെ രാജാവിനെ, കർത്താവിനെ ഒരു നിമിഷം ഹല്ലേലൂയ അധരങ്ങളെ തുറന്ന് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനാൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി രണ്ടുപേർ എന്റെ നാമത്തിൽ കൂടി വരുന്നതിന് മധ്യത്തിൽ ഞാനുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നല്ല കർത്താവേ, പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങ് ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി, അങ്ങയുടെ കരുതലിനായി നല്ല പകലും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തുതി ഉയരുമ്പോൾ, ആരാധന വെളിപ്പെടുമ്പോൾ, മഹത്വം കരേറ്റപ്പെടുമ്പോൾ ഇന്ന് പകലിലും സ്വർഗം തുറക്കും. ഹല്ലേലൂയ. ആലയത്തിലായിരിക്കുന്ന സ്ഥാനത്ത് സ്വർഗം തുറക്കും. നിങ്ങൾ ഭവനങ്ങളിലായിരിക്കുന്ന സ്ഥാനത്ത്, ജോലി സ്ഥലത്തായിരിക്കുന്ന സ്ഥാനത്ത് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്തത്, ഇതുവരെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തത്, ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത്, ഇതുവരെ നിങ്ങളെക്കുറിച്ച് മറ്റാരും പറഞ്ഞിട്ടില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് ആരാധനയുടെ ശബ്ദം ഉയരുമ്പോൾ, സ്തുതി സ്തോത്രം ഉയരുമ്പോൾ സ്വർഗം തുറക്കപ്പെടും. തുറന്ന സ്വർഗത്തിന് കീഴിൽ നിറഞ്ഞ അളവിൽ പ്രാപിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ സ്തോത്രം ആരാധനയുടെ തുടക്ക സമയം മുതൽ അനുഭവിക്കുന്നവർക്കായി അളവ് കൂടാതെ ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി നിങ്ങളിലേക്ക് എത്തി, നിങ്ങളിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവകൾ ഇന്ന് പകലിൽ പുറപ്പെട്ടു. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. നരിയാണയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ വിളിച്ചു പറയ്, അപ്പാ നരിയാണിയോളം പോരാ, അപ്പാ മുട്ടോളം പോരാ, അപ്പാ അരയോളം പോരാ. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തൊരാത്മനദി ഞാനായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് പൊട്ടി പുറപ്പെടണമേ. കാലുറപ്പിച്ചു നിൽക്കുവാൻ എനിക്കോ എന്റെ ശത്രുവിനോ കഴിയാത്ത വിധത്തിൽ ആത്മാവിന്റെ വലിയൊരു യേശുവിൻ നാമത്തിൽ ചില കാലുകൾ ഇളകിയ, താങ്ക് യു ലോർഡ്, ഉറപ്പിച്ചു നിർത്തിയ പിശാച് ഉറപ്പിച്ചു നിർത്തിയ ചില കാലുകൾ പുറത്തു വരുവാൻ കഴിയാതെ, നല്ലതും നന്മയും അനുഭവിക്കുവാൻ കഴിയാതെ ചില സ്ഥാനങ്ങളിൽ പിശാചായവൻ ഉറപ്പിച്ചു നിർത്തിയ ചില കാലുകൾ ഇളകുക. യേശുവിൻ നാമത്തിൽ ആത്മസാന്നിധ്യത്തിൽ ചിലത് നീന്തി തുടങ്ങിയ നിന്നെ കണ്ടിട്ടില്ലാത്ത സ്ഥാനത്തേക്ക്, നിന്നെ ആരും കണ്ടിട്ടില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് നീ എത്തിപ്പെടുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ സ്ഥാനങ്ങളിലേക്ക് ആത്മനദിയിൽ നീ ഒഴുകിയെത്തുക. യേശുവിൻ നാമത്തിൽ ചില സ്ഥാനങ്ങളിലേക്ക്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആലയത്തിനകത്തായിരിക്കുന്നവർ, ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, ഇനി ഞങ്ങളെ വീക്ഷിക്കുവാൻ പോകുന്നവർ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. അതെ, ഈ പകലിലും വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം, അതെ, ഇന്ന് പ്രാർത്ഥന ഇതായിരിക്കണം. അപ്പാ നരിയാണിയോളം പോരാ, മുട്ടോളം
പോരാ, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തൊരാത്മസാന്നിധ്യം. ആമേൻ. ആ വാക്കുകൾ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്ന 2 ആലോചനകൾ പറയട്ടെ. ചില സ്ഥാനങ്ങളിൽ ചിലരെ പിശാച് ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. ഒന്ന് അനങ്ങുവാൻ കഴിയാതെ, ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിക്കുവാൻ കഴിയാതെ. ഇന്ന് അഭിഷേകത്തിന്റെ ഒരു നദി പൊട്ടി പുറപ്പെടും. ആമേൻ. നിന്നെ നിർത്തിയിരിക്കുന്ന ശത്രുവായവൻ നിന്റെ കാലുകളെ ബന്ധിച്ച് ചില വർഷങ്ങളായി ചില സ്ഥാനങ്ങളിൽ സഹോദര, ചില വർഷങ്ങളായി നീ ആഗ്രഹിച്ച് കടന്നുപോയത് പ്രാപിക്കുവാൻ കഴിയാതെ, മറ്റുള്ളവർക്ക് പറയുവാനുണ്ട്, മറ്റുള്ളവർക്ക് കാണുവാനുണ്ട്, എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചില സ്ഥാനങ്ങളിൽ നിന്നെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന അനുഭവം. ആമേൻ. ഹല്ലേലൂയ. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാതെ പൊട്ടി പുറപ്പെടുന്ന ആത്മസാന്നിധ്യത്തിന് മുൻപിൽ ആ കാലുകൾ ഇളകുക. ഓ താങ്ക് യു ലോർഡ്. നീ അവിടെ നിന്ന് ഇളകി മാറുക. യേശുവിൻ നാമത്തിൽ നീ പുറത്തു വരത്തില്ല എന്ന് പറഞ്ഞ, നീ അവിടെ തന്നെ തീർന്നു പോകുമെന്ന് പറഞ്ഞ, നീ അവിടം കൊണ്ട് അവസാനിച്ചു പോകുമെന്ന് പറഞ്ഞ ശുശ്രൂഷക, അവിടം കൊണ്ട് നിന്റെ ശുശ്രൂഷ അവസാനിച്ചു പോകുമെന്ന്, അവിടെ തന്നെ നീ തീർന്നു പോകുമെന്ന്, ആ ദേശത്തിൽ നീ കാൽ വെച്ച ആ ദേശത്തിൽ നീ ഒതുങ്ങി ഒതുങ്ങി ഇല്ലാതായി തീരുമെന്ന് ശത്രു നിന്നെ ബന്ധിച്ചൊതുക്കിയ ആ ദേശത്തിൽ നീ ഇല്ലാതായി തീരുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അതേ ജീവജലത്തിന്റെ നദി, അഭിഷേകത്തിന്റെ നദി പൊട്ടി ഒഴുകിയ നിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവാൻ തക്കവണ്ണം. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിങ്ങളെ അവിടെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന ആ ശത്രുവിന്റെ പദ്ധതികളിൽ നിന്ന് നിങ്ങളെ എടുത്തുയർത്തി കൊണ്ടുപോകുമെന്ന് മാത്രമല്ല, ചിലർ കാല് വെച്ച് ഉറച്ചു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില വർഷങ്ങളായി. അത് മനുഷ്യനായിട്ടായിരിക്കാം, അവരുടെ ആലോചനകളായിട്ടായിരിക്കാം, പിശാചായി ആയിരിക്കാം, അവന്റെ പദ്ധതികളായി ആയിരിക്കാം. ആ കാൽ കീഴിൽ ചിലർ ഞെരുങ്ങുക. ആ കാൽ കീഴിൽ നിന്ന് പുറത്തു വരുവാൻ, ആ കാലിനൊരു അനക്കം തട്ടുവാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. കേൾക്കണമേ, ജീവജലത്തിന്റെ നദി പൊട്ടി ഒഴുകുമ്പോൾ, അഭിഷേകത്തിന്റെ നദി പൊട്ടി ഒഴുകുമ്പോൾ, സ്തോത്രം, കാൽ ഉറപ്പിച്ചു നിൽക്കുന്ന ചിലത് കാൽ ഉറപ്പിക്കുവാൻ കഴിയാതെ ഇളകി പോകുവാൻ തുടങ്ങും. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലർ ഇളകി പോകുക. നിന്റെ ജീവിതത്തിൽ നിന്ന് ചിലത് ഇളകി പോകുക, ഇളകി ഒഴുകി പോകുക. ഓ താങ്ക് യു ലോർഡ്. നീ കാണാത്ത സ്ഥാനത്തേക്ക് ചില വ്യക്തികൾ, ചില ശീലങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികൾ, അതേ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്ന ചിലർ അത് ഒഴുകി പോറാധേനെ ഷധോറിക. യേശുവിൻ നാമത്തിൽ ചിലർ ഒഴുകി പോകുക, ചിലർ ഒഴുകി പോകുക. ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ വർഷങ്ങളായി നിന്റെ ജീവിതത്തിന് മേൽ കാൽ കയറ്റി വച്ചിരിക്കുന്ന ചിലത് നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തെ തടസ്സപ്പെടുത്തി നല്ലതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ ഇടവരുത്താത്ത വിധത്തിൽ അതേ കാൽ കയറ്റി വച്ചു നിൽക്കുന്ന ചിലത് ഇന്ന് അഭിഷേകത്തിന്റെ നദി പൊട്ടി ഒഴുകുമ്പോൾ നീ കാണാത്ത സ്ഥാനത്തേക്ക് ചിലർ നീങ്ങിപ്പോകും. യേശുവിൻ നാമത്തിൽ ചില സ്വഭാവങ്ങൾ ചിലരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകുക. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിളിച്ചു പറയേ, അപ്പാ പേരിന് പോരാ. ആമേൻ. പേരിന് പോരാ, നരിയാണിയോളം പോരാ, മുട്ടോളം പോരാ, അരയോളം പോരാ. എന്നെ ചുമന്ന് നടക്കുന്ന ഒരു അഭിഷേകം. യേശുവിൻ നാമത്തിൽ നീ ചുമന്ന് നടക്കുന്ന അഭിഷേകത്തെ കുറിച്ചല്ല ഈ പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുവാനുണ്ട്. നിന്നെ ചുമന്ന് നടക്കുന്ന ഒരു അഭിഷേകം. നീ ചെന്നെത്തത്തില്ല എന്ന് ലോകവും മനുഷ്യനും പിശാചും ഒരുപോലെ വാദിച്ച സ്ഥാനങ്ങളിലേക്ക് നിന്നെ ചുമന്നു കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം. ചിലർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് അവിടെ എത്തുവാൻ, ചില സ്ഥാനങ്ങളിൽ എത്തുവാൻ, ചില ഇടങ്ങളിലേക്കൊന്ന് കാൽ വയ്ക്കുവാൻ. അതേ കേൾക്ക്, അതേ നീയായി കൊണ്ടുപോകുന്നതല്ല, നിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുക ചില സ്ഥാനങ്ങളിലേക്ക്. ഇന്ന് പകലിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകും. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പമായിരുന്നാട്ടെ. വിജയും രാമാൻഡിയും മധ്യപ്രദേശിലായിരിക്കുന്നു. അവരുടെ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നു. കർത്താവ് വിജയെ പ്രാർത്ഥിച്ചയക്കുമ്പോൾ തന്നൊരു ആലോചന ഇതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു, എങ്കിലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ എത്ര വലിയവ. പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ആലോചന തരികയുണ്ടായി. ദൈവത്തെക്കുറിച്ച് കേട്ടവർ ദൈവത്തെ കാണുവാൻ പോകുന്നു. അതേ, ദൈവത്തെക്കുറിച്ച് കേട്ടവർ ദൈവത്തെ കാണുവാനായി പോകുന്നു. ആ ദേശത്ത് ശബ്ദം കൊണ്ടല്ല, ആ ദേശത്ത് സ്തോത്രം മറ്റെന്തെങ്കിലും കാര്യം കൊണ്ടല്ല ശുശ്രൂഷിക്കുവാൻ അവർ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തെ കാണുന്ന അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആമേൻ. ഈ പകലിലും കേട്ടവർ കാണുവാൻ പോകുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ കേട്ടവർ ദൈവത്തെ കുറിച്ച്
കുറിച്ച് കേട്ടവർ അവനെ കാണുവാൻ പോകുക. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കേട്ടവർ അവന്റെ പ്രവർത്തികൾ കാണുവാൻ പോകുക. നിന്റെ ജീവിതത്തിൽ കാണുവാൻ കഴിയത്തില്ല എന്ന് ലോകവും മനുഷ്യനും ഒരുപോലെ വെല്ലുവിളിച്ചത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ കാട്ടി നൽകുവാൻ പോകുക. പ്രാർത്ഥനയോടെ വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ. സങ്കീർത്തനം 125:2, മത്തായിയുടെ സുവിശേഷം 23:37 രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിച്ച് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. സങ്കീർത്തനം 125:2, മത്തായിയുടെ സുവിശേഷം 23:37, സങ്കീർത്തനം 125:2. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. സങ്കീർത്തനം മത്തായി 23:37. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് തലകടവടങ്ങാം, പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. അപ്പാ, ഇന്ന് പകലിലും ഞാൻ കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ അങ്ങയുടെ പ്രവൃത്തിയായി അനുഭവിക്കുവാൻ, അങ്ങയുടെ പ്രവൃത്തിയായി കാണുവാൻ ഇന്നെനിക്കൊരവസരം തരണമേ കർത്താവേ. ഞാൻ ചുമക്കുന്ന അഭിഷേകമല്ലപ്പാ, ഇന്ന് എന്നെ ചുമക്കുന്ന ഒരു അഭിഷേകം എൻ്റെ മേൽ പകരപ്പെടണമേ. ഞാൻ അഭിഷേകത്താൽ നടക്കട്ടെ. ഞാൻ അഭിഷേകത്താൽ എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തട്ടെ കർത്താവേ. കാലുറപ്പിച്ച് നിൽക്കുന്ന ശത്രുവിൻ്റെ കാലുകൾ എടുത്തു മാറ്റി ചിലതിനെ എൻ്റെ ജീവിതത്തിൽ നീക്കിക്കളയും വിധത്തിൽ വലിയൊരു ദൈവ സാന്നിധ്യത്തെ എൻ്റെ മേൽ അങ്ങ് പകരണമേ അപ്പാ. വചനത്തിന് മുമ്പിൽ താഴ്ത്തിയേൽപ്പിച്ചാട്ടെ. ആ ഒരു ദൈവിക സംരക്ഷണം, ദൈവിക വിടുതൽ അപ്പാ ഈ ജനത്തെ അടിയനങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. ആ സംരക്ഷണം അനുഭവിച്ച് വിടുതലൂടെ കടന്നു പോകുവാൻ ഇവരിലെ രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ കർത്താവേ. സൗഖ്യത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞ് എഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങി വരുന്ന കൃപയ്ക്കായി, ലൈവിൽ ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതങ്ങളിൽ ഇറങ്ങി വരുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ചില കെട്ടുകളെ അങ്ങ് പൊട്ടിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. നീണ്ട വർഷങ്ങളായി പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ എല്ലാം ഉണ്ടെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും ഒന്നുമില്ലാത്തവരായി, ഒന്നും അനുഭവിക്കുവാൻ കഴിയാത്തവരായി ബന്ധിക്കപ്പെട്ട ചിലതിൻ്റെ ബന്ധനങ്ങളെ അഴിച്ച് കെട്ടുകളെ പൊട്ടിച്ച് അപ്പൻ പുറത്തു കൊണ്ടുവന്ന് അപ്പൻ്റെ മഹിമ കണ്ട സാക്ഷികളായി നിർത്തുവാൻ പോകുന്ന കൃപയ്ക്കായി ഈ നല്ല പകലിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ബാധിപ്പുകൾ വിട്ടുമാറി ജനം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. അഭിഷേകത്തിൻ്റെ നദിയൊന്ന് പൊട്ടി പുറപ്പെട്ട് ചുറ്റുപാടുകളെ നനയിപ്പിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഇതിനകത്തും പുറത്തും വലിയൊരു ദൈവ സാന്നിധ്യം ചലിച്ചു തുടങ്ങുന്ന കൃപയ്ക്കായി ഒപ്പമായിരിക്കുന്ന ജനത്തിലൂടെ അവർ ആയിരിക്കുന്ന സ്ഥാനം, അത് തൊഴിലിടങ്ങളാകട്ടെ, ഭവനങ്ങളാകട്ടെ, അവരുടെ ദേശം, ഭവനം, തൊഴിലിടങ്ങൾ, അപ്പൊ ആത്മസാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം, ചിലത് ജീവിച്ചെഴുന്നേൽക്കുവാൻ തക്കവണ്ണം സ്വർഗമെന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വചനത്തിന് മുമ്പിൽ താഴ്ത്തുന്നു, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കൂടിരുന്നാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഒരിക്കൽ കൂടി ആ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി വായിക്കട്ടെ. 125 സങ്കീർത്തനം അതിൻ്റെ 2ാമത്തെ വാക്യത്തിൻ്റെ സ്തോത്രം 2ാം ഭാഗം. യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൻ്റെയും 2ാം ഭാഗം. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഈ രണ്ട് വാക്യങ്ങൾക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ദൈവകൃപയിൽ ആശ്രയിച്ച് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം, അഥവാ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവം. ആമേൻ. എന്നെ എൻ്റെ ദൈവം പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒന്ന് വിളിച്ചു പറഞ്ഞേ, എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നു, എൻ്റെ ദൈവം എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ആഴമേറിയ ദൈവിക സംരക്ഷണത്തിൻ്റെ വെളിപ്പെടുത്തലാണ് ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമതായി ആ ദൈവിക സംരക്ഷണത്തെക്കുറിച്ച് നമ്മോട് വിളിച്ചു പറയുന്നത് ആ സംരക്ഷണം അനുഭവിച്ച ഭക്തനാണ്. രണ്ടാമതായി ആ സംരക്ഷണത്തെക്കുറിച്ച് നമ്മോട് പറയുന്നത് ആ സംരക്ഷണം നൽകുന്ന ദൈവമാണ്. ശ്രദ്ധിക്കുമല്ലോ, ഒന്നാമതായി ഭക്തൻ പറയുന്നു ദൈവം എന്നെ ചുറ്റി അഥവാ എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. രണ്ടാമതായി പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അതെ, ഭക്തനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം. ഇവിടെ ഒരു ദൂത് നിങ്ങൾക്ക് കൈമാറി മുൻപോട്ട് ശുശ്രൂഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നിങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ദൈവം. എങ്ങനെ? കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മറവിൽ മറച്ച് സംരക്ഷിക്കുന്നത് പോലെ, മറച്ച് പരിപാലിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കും. അതെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ ചുമടിൽ അതെ പൊതിഞ്ഞ് സംരക്ഷിക്കുമ്പോൾ
അതിനൊരു ലക്ഷ്യമുണ്ട്. ഉയരത്തിൽ വട്ടമിട്ട് പറക്കുന്ന പരുന്തിന് ഞാൻ എൻ്റെ കുഞ്ഞിന് വിട്ടുകൊടുക്കത്തില്ല. മരക്കൊമ്പിലിരിക്കുന്ന കാക്കയ്ക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല. ഓരിയിടുന്ന കുറുക്കനും ഹംസ ജന്തുക്കൾക്കും ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കത്തില്ല. അതേ അനുഭവത്തിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, നിന്നെ ഒരു കോഴിക്കും ഒരു പരുന്തിനും ഒരു കഴുകനും ഒരു കുറുക്കനും വിട്ടുകൊടുക്കത്തില്ല. നിനക്ക് വിരോധമായി നിന്റെ മേൽ അവകാശം പറയുന്നത് പിശാചാകട്ടെ, മനുഷ്യനാകട്ടെ, മനുഷ്യന്റെ പദ്ധതികളാകട്ടെ, മനുഷ്യന്റെ ആലോചനകളാകട്ടെ, ഒന്നിനും എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തേ ഇല്ല. അതെ, എന്റെ ദൈവം നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കും. അവന്റെ ചിറകിൻ കീഴിൽ നിന്ന് ഈ ലോകത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധികൾക്കും ഒരു പ്രശ്നത്തിനും നിന്നെ കവർന്നെടുക്കുവാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഡോക്ടറെ കണ്ട് നീ ഇറങ്ങി വരുമ്പോൾ നിന്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഇതായിരിക്കും, ഈ രോഗത്തിൽ ഞാൻ അവസാനിച്ചു പോകും, ഇതേ രോഗത്തിൽ തന്നെ എന്റെ ജീവിതം അവസാനിക്കും, ഇനി എനിക്ക് നല്ലൊരു കാലം ഉണ്ടാകത്തില്ല, ഇനി എനിക്ക് ആരോഗ്യമുള്ള, ഇനി എനിക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന നല്ലൊരു സമയം ഉണ്ടാകത്തില്ല. എന്നാൽ കേൾക്ക്, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം ആ രോഗത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. അതെ, കേൾക്ക്, ആ രോഗമുഖാന്തരം നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്റെ കിടക്കെ കണ്ണുനീര് കൊണ്ട് കുതിർക്കുമാറാക്കുന്ന ആ രോഗത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തേ ഇല്ല. അതേ സഹോദരങ്ങളെ, കേൾക്കണമേ, കടമെന്ന ആ പ്രശ്നത്തിന് എന്റെ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തേ ഇല്ല. കുറെ തലകുനിയുമ്പോൾ, കുറെ അപമാനിക്കപ്പെടുമ്പോൾ, കുറെ കേൾക്കുവാൻ പാടില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ, ഒപ്പമുള്ളവരെല്ലാം ഒറ്റപ്പെടുത്തി മാറി നിൽക്കുമ്പോൾ നിങ്ങൾ സ്വയം പറയും, ഇനി വേണ്ട, ഇനി ഇങ്ങനെ നിന്നയായി ജീവിക്കണ്ട, ഇനി ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കണ്ട. ആരോ കണ്ണുനീരോടെ കേൾക്കുന്നുണ്ട്, മതി, മടുത്തു, ബാധ്യതക്കാരിയായി ഇനി ഇങ്ങനെ ജീവിതം എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ വയ്യ. കേൾക്ക്, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം, അതെ, ആ പലിശക്കാരന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല, ആ ബാങ്കുകാരന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്നെ നിന്നിച്ച് നിന്നെ തകർത്ത് കളയുവാൻ തക്കവണ്ണം, ഓ സ്തോത്രം, തരുവാനില്ലെങ്കിൽ, വാങ്ങിയത് തരുവാൻ പറ്റുന്നില്ലെങ്കിൽ പോയി ചത്തുകളയുക എന്ന് പറയുന്ന കഠിന വാക്ക് പറയുന്ന ആ മനുഷ്യന്റെ ഇഷ്ടത്തിന് നിന്നെ എന്റെ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. അവന്റെ വാക്ക് പോലെ മരണത്തെ പുൽകുവാൻ എന്റെ ദൈവം നിന്നെ വിടത്തില്ല. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ എന്റെ ദൈവം നിന്നെ മറച്ച് സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരുടെ വാക്കുകൾ കഠിനമായി തീമഴയായി കേൾക്കുന്നുണ്ട്. അതേ, പോയി ചത്തുകളയെ. സ്നേഹനിധിയായ ഭർത്താവ് പറയുന്നു, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ പോയി ചത്തുകളയെ, നിന്നെ കൊണ്ട് എനിക്കിനി ആവശ്യമില്ല. ഒപ്പമുണ്ടായിരുന്ന ഭാര്യ പറയുന്നു, ഇനി നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല, നീ പോയി ചത്തുകളയെ. മക്കൾ പറയുന്നു, വാർദ്ധക്യത്തിലേക്ക് എത്തിയ നിങ്ങളെ ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല, പോയി ചത്തുകളയെ. ലോകവും പിശാചും പലപ്പോഴും ഒരുപോലെ നിങ്ങളോട് പറയും, പോയി ചത്തുകളയെ, പോയി ചത്തുകളയെ. അവരുടെ ഇഷ്ടം പോലെ മരണത്തിന് വലിച്ചു കൊണ്ടുപോകുവാൻ എന്റെ ദൈവം നിങ്ങളെ വിട്ടുകൊടുക്കത്തേയില്ല. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, പിശാചിന്റെ ഒരു ആയുധവും, ശത്രുവിന്റെ ഒരു ആയുധവും അവന്റെ ചിറകിന്റെ കീഴിൽ നിങ്ങൾക്ക് ഫലിക്കത്തില്ല. മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, നിങ്ങൾക്ക് വിരോധമായി ആയുധമെയ്യുമ്പോൾ തിരിച്ചറിയണമേ, ആ ശത്രുവിന്റെ, ആ പിശാചിന്റെ ഒരു ആയുധവും നിങ്ങൾക്ക് വിരോധമായി ഫലിക്കയില്ല. ശത്രു ഒരുക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. മന്ത്രവാദിയുടെ ആയുധം ഫലിക്കത്തില്ല. ക്ഷുദ്ര പ്രയോഗകന്റെ ആയുധം ഫലിക്കത്തില്ല. എതിർ പ്രാർത്ഥനക്കാരന്റെ ആയുധം ഫലിക്കത്തില്ല. അന്യാരാധനക്കാരന്റെ ആയുധം ഫലിക്കത്തില്ല. ദേശത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങളാൽ എയ്ത് വിടപ്പെടുന്ന ആയുധം ഫലിക്കത്തില്ല. നിന്റെ തലമുറകളെ ബന്ധിക്കുവാൻ തക്കവണ്ണം ശത്രു എയ്ത് വിടുന്ന മദ്യമെന്ന ആയുധം ഫലിക്കത്തില്ല. മയക്കുമരുന്നെന്ന ആയുധം ഫലിക്കത്തില്ല. ലഹരി എന്ന ആയുധം ഫലിക്കത്തില്ല. ദേശത്തിൽ മൂടി നിൽക്കുന്ന മ്ലേച്ഛത എന്ന ആയുധം നിന്റെ കുടുംബത്തിൽ, അതെ, നിന്റെ കുടുംബത്തിൽ ഫലിക്കത്തില്ല. കാരണം നീ ആ ചിറകിന്റെ കീഴിൽ സുരക്ഷിതനാണ്. ഹല്ലേലൂയ. ആ ചിറകിന്റെ കീഴിൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയരെ സുരക്ഷിതനാണ്. വീട്ടിൽ കോഴിയുള്ളവർ, തള്ള കോഴിയുള്ളവർ കോഴിയെ പിടിച്ചിട്ട് നോക്കുക. ആമേൻ. പുറത്ത് തടവി നോക്കിയാൽ നല്ല പരിവരുത്ത, നല്ല കട്ടിയുള്ള തൂവലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആമേൻ. ഒരുപക്ഷെ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിൽ പോലും മുറിവ് പറ്റുന്ന വിധത്തിൽ ബലമുള്ള തൂവലുകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആ ചിറക് പൊക്കി അതിന്റെ അടിയിലേക്ക് നിങ്ങൾ നോക്കിയാൽ, ആമേൻ, ലോകത്തിൽ ഏറ്റവും ആ സോഫ്റ്റ് ആയിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് കിട്ടും. അവിടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലം. ആമേൻ. ലോകത്തിന് ഒരുപക്ഷെ ദൈവം അതേ, പരുക്കനായിരിക്കാം. ലോകത്തിന് ഒരുപക്ഷെ ദൈവം കടുകട്ടിയുള്ള ഒരു കഠിനനായിരിക്കാം. എന്നാൽ നിങ്ങൾക്ക് ദൈവം ഏറ്റവും സോഫ്റ്റ് ആണ്. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മാറോട് ചേർക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന വിശ്വാസിയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ മാറോട് ചേർക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ലോകം ഒരുപക്ഷെ അവനെ കുറിച്ച് പറയും, അവൻ കൊല്ലുന്നവനാണ്, അവൻ നരകത്തിൽ ശിക്ഷയ്ക്കായി വിട്ടുകൊടുക്കുന്നവനാണ്,
അവൻ പല നിലകളിൽ അവനെക്കുറിച്ച് പറയുവാൻ പാടില്ലാത്തത് പറയുന്ന ഒരു ലോകം നിങ്ങൾ കണ്ടേക്കാം. ലോകത്തിലെ മനുഷ്യർക്ക് ഒരുപക്ഷെ അവൻ അങ്ങനെ തന്നെ ആയിരിക്കാം. എന്നാൽ ഭക്തന് അവൻ സംരക്ഷണമാണ്, അവൻ സുരക്ഷിതത്വത്തിന്റെ അനുഭവമാണ്. അവിധത്തിൽ ദൈവം പൊതിഞ്ഞ് സംരക്ഷിച്ച ഭക്തൻ, ദൈവത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ട തന്റെ അനുഭവത്തെ വെളിപ്പെടുത്തുകയാണ്. അതേക്കുറിച്ചാണ് ഇന്ന് പകലിൽ ദൈവകൃപയാൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഭക്തൻ തന്റെ ആ വെളിപ്പെടുത്തൽ 23-ാം സങ്കീർത്തനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ വെളിപ്പെടുത്തലുകളെ 8ആയി തിരിച്ച് ഇന്ന് പകലിൽ നമ്മൾ അല്പമായി ധ്യാനിക്കും. വലിയ പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഒപ്പം വന്നാട്ടെ. 23-ാം സങ്കീർത്തനത്തിൽ നിന്ന് പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭക്തനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവത്തിലൂടെ ഭക്തൻ പ്രാപിച്ചെടുത്ത അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഭക്തന് പ്രാപ്യമായ സുരക്ഷിതമായ അനുഭവങ്ങൾ, 8 കാര്യങ്ങൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഒന്നാമതായി ആ ഭാഗത്ത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഭക്തൻ പറയുകയാണ്, എനിക്ക് കീഴിൽ അഥവാ എനിക്കും നിങ്ങൾക്കും കീഴിൽ പച്ചയായ പുൽപ്പുറമുണ്ട്. സങ്കീർത്തനം 23:2 ഭക്തൻ പറയുന്നു, എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം, ആ ദൈവത്താൽ എനിക്ക് കീഴിൽ പച്ചയായ പുൽപ്പുറമുണ്ട്. അർത്ഥം പുതിയത്, ഫ്രഷ് ആയത് നിങ്ങൾക്ക് മുൻപിൽ ഉണ്ട്. കരിഞ്ഞുണങ്ങിയ വരണ്ടുണങ്ങിയ ഇന്നലകളുടെ അവസ്ഥകൾക്ക് എൻ്റെ ദൈവം അറുതി വരുത്തുക. കൺമുമ്പിൽ കാണുന്ന നല്ലതൊന്നും കാണുവാനോ കേൾക്കുവാനോ അനുഭവിക്കുവാനോ ഇല്ലാത്ത വരൾച്ച നിറഞ്ഞ ആ അനുഭവത്തിന്, അതേ വരൾച്ചയുടെ ആ അനുഭവത്തിന് എൻ്റെ ദൈവം അറുതി വരുത്തുകയാണ്. നോക്കൂ, നിനക്ക് കാൽ വയ്ക്കുവാൻ എൻ്റെ ദൈവം പച്ചപ്പൊരുക്കും. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഭയപ്പെടേണ്ട, മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പച്ച വയ്ക്കുന്നു. അതേ വരൾച്ചയുള്ള, വെള്ളമില്ലാത്ത, പച്ചപ്പില്ലാത്ത മരുഭൂമിയുടെ പുൽപ്പുറങ്ങൾ ഭക്തന് വേണ്ടി പച്ച വയ്ക്കുന്നു. നീ കാൽ വയ്ക്കുന്നതിന് മുമ്പേ ഭയപ്പെടും, അയ്യോ ഞാൻ കാൽ വയ്ക്കുവാൻ പോകുന്നത് തീ പോലെ ചുട്ടു പൊള്ളുന്ന അനുഭവത്തിലാണല്ലോ. മരുഭൂമി അതാണ്, കാൽ വയ്ക്കുവാൻ ആർക്കും ഇഷ്ടമില്ലാത്ത ഇടം. മരുഭൂമിയിലാണ് നിങ്ങളെങ്കിൽ പകൽ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായാൽ മതി. എന്താണ്? ഓ സ്തോത്രം, പകൽ, ഓ സ്തോത്രം, മുകളിൽ നിന്ന് തീമഴ പെയ്യും. വെയിൽ തീമഴയായി പെയ്യും. ഭൂമിയിൽ നിന്ന് സ്തോത്രം ആ മണൽ ഉരുകുന്ന ചൂട് പുറപ്പെടും. നിൽക്കുവാനും കഴിയത്തില്ല, ചാടുവാനും കഴിയത്തില്ല, ഓടുവാനും കഴിയത്തില്ല, ഒന്നും ചെയ്യുവാനില്ലാത്ത അവസ്ഥ. വല്ലാത്തൊരവസ്ഥയാണ് മരുഭൂമിയിലെ പകൽക്കാലം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും മരുഭൂമിയിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായാൽ മതി. എന്നാൽ രാത്രിയായാലോ കടുത്ത തണുപ്പാണ്. ഒരു സംരക്ഷണവുമില്ല, സുരക്ഷിതമായ ഒരു താവളമില്ല. അതേ വിഷജന്തുക്കൾ തണുപ്പടിക്കുമ്പോൾ പുറത്തു വരും, ഹിംസ മൃഗങ്ങൾ വരും, അതേ ഇര പിടിക്കുവാനായിട്ട്. അപ്പോൾ നമ്മൾ പറയും, അയ്യോ പകലായിരുന്നെങ്കിൽ മതിയായിരുന്നു. അതേ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരുഭൂമി അതാണ്. പകലായെങ്കിൽ പറയും രാത്രിയായാൽ മതി, രാത്രിയായാൽ പറയും പകലായാൽ മതി. നിന്ന കേട്ട് മടുക്കുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ഉപദ്രവിക്കപ്പെടുമ്പോൾ, മനസ്സ് മടുക്കുമ്പോൾ പറയും, കർത്താവേ ഒന്ന് രാത്രിയായിരുന്നുവെങ്കിൽ സുഖമായൊന്ന് ഉറങ്ങാമായിരുന്നു. രാത്രിയാകുമ്പോൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് പകൽ മുഴുവൻ കേട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ വേണ്ടപ്പെട്ടവർ, എനിക്ക് ഏറ്റവും പ്രിയരായിരുന്നവർ ഇത് പറഞ്ഞുവല്ലോ, അവരിങ്ങനെ ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് ഓർക്കുവാൻ കഴിയാതെ നാളെയെക്കുറിച്ച് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ നിലവിളിക്കും, കർത്താവേ ഈ രാത്രിയൊന്ന് മാറിപ്പോയി പകലായെങ്കിൽ മതിയായിരുന്നു. ഉറങ്ങുവാനും ഉണർന്നിരിക്കുവാനും കഴിയാത്ത അനുഭവം. അതേ ആ മരുഭൂമിയുടെ അനുഭവത്തിൽ ചിലരായിരിക്കുന്നുണ്ട്. കാൽ വയ്ക്കണമെന്നുണ്ട്, കാൽ വയ്ക്കുവാൻ കഴിയുന്നില്ല. വെന്തു പോകുന്ന അനുഭവം, തീമഴ പെയ്യുന്ന അനുഭവം, തണലില്ല, പച്ചപ്പിന്റെ അനുഭവമില്ല. മരുഭൂമിയിൽ നല്ലതൊന്നും ഉണ്ടാകത്തില്ല. എന്നാൽ വചനം പറയുന്നു, ഭയപ്പെടേണ്ട. കേൾക്ക്, നിങ്ങളോട് തന്നെ മുൻപിൽ കാണുന്ന മരുഭൂമിയുടെ അനുഭവത്തിൽ ഭയന്നായിരിക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് തന്നെ ഭയപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട. മരുഭൂമിയിൽ പുൽപ്പുറങ്ങൾ ദൈവം പച്ച പിടിപ്പിക്കും. ആമേൻ, ഹല്ലേലൂയ. ഉണങ്ങിയ പുൽപ്പുറങ്ങളിൽ ദൈവം പച്ചപ്പുണ്ടാക്കും. നിനക്ക് കാൽ വയ്ക്കുവാൻ വേണ്ടി, അതെ നിനക്ക് കാൽ വയ്ക്കുവാൻ വേണ്ടി ഈ ഇല്ലായ്മയുടെ, ഈ ഞെരുക്കത്തിന്റെ, ഈ വറുതിയുടെ, മരുഭൂമിയുടെ അനുഭവങ്ങളിൽ എൻ്റെ ദൈവം പച്ചപ്പൊരുക്കും. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ പച്ച പിടിക്കുക. നിന്റെ കുടുംബ ജീവിതം പച്ച പിടിക്കുക. നിന്റെ തലമുറകളുടെ കുടുംബ ജീവിതം
ജീവിതം പച്ച പിടിക്കുക. അവർ രക്ഷപ്പെടത്തില്ല എന്ന്, അവർ നന്നാകത്തില്ല എന്ന്, അവരുടെ ജീവിതം അനുഗ്രഹമായി തീരത്തില്ല എന്ന്, ആ വിവാഹം നടക്കത്തില്ല എന്ന്, നിന്റെ തലമുറ ഒരു കുടുംബമായി തീരുന്നത് കാണുവാൻ, കണ്ട് സന്തോഷിക്കുവാൻ നിനക്ക് അവസരം കിട്ടത്തില്ല എന്ന് ശാപവാക്കുകളായി വാക്കുകൾ കേട്ട് ഭാരപ്പെട്ടായിരിക്കുന്നവർ കേൾക്ക്. നിങ്ങളോട് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, പച്ച പിടിക്കുക. ഓ താങ്ക് യു ലോർഡ്. നിന്റെ തലമുറയുടെ ജീവിതം പച്ച പിടിക്കുക, അവരുടെ തൊഴിൽ പച്ച പിടിക്കുക, അവരുടെ ഭാവി പച്ച പിടിക്കുക, അവരുടെ മുൻപോട്ടുള്ള ജീവിതം പച്ച പിടിക്കുക, അവന്റെ മുൻപോട്ടുള്ള ജീവിതം പച്ച പിടിക്കുക. രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞവർ കാണുക, രക്ഷപ്പെടത്തില്ല എന്ന് സ്വയം വിലയിരുത്തിയ നീ കാണുക, നിന്റെ ജീവിതം പച്ച പിടിക്കും, നിന്റെ തലമുറകളുടെ ജീവിതം പച്ച പിടിക്കും, നിന്റെ ശുശ്രൂഷ പച്ച പിടിക്കും, നിന്റെ തൊഴിൽ മേഖല പച്ച. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ കൊറോണ സമയത്ത് നമുക്കറിയാം, നമ്മളൊക്കെ മരുഭൂമിയുടെ അവസ്ഥയിൽ കൂടെ കടന്നു പോയവരാണ്. കൊറോണ അതേ മനുഷ്യനെ സംബന്ധിച്ച് ഒരു മരുഭൂമിയുടെ അവസ്ഥയായിരുന്നു. സ്തോത്രം. ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു സഹോദരൻ പ്രഷർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്: പ്രായം ഏറെ ആയി അദ്ദേഹത്തിന്. താൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു അറിയിപ്പ് കിട്ടി, വരുന്ന 2 മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടും, ജോലി നഷ്ടപ്പെട്ടു പോകും. പ്രായമായൊരു മനുഷ്യൻ. ചിലർ ചിന്തിക്കും, പ്രായമായി ജോലിയും പോയി, ഇനി വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് ആഘോഷിക്കാമല്ലോ. പക്ഷെ ആ മനുഷ്യൻ ആഘോഷിക്കുവാൻ കഴിയത്തില്ല. കാരണം ഒത്തിരി ആവശ്യങ്ങൾ പിന്നെയും മുൻപിലുണ്ട്. സ്തോത്രം. ഒത്തിരി ബാധ്യതകൾ പിന്നെയും മുൻപിലുണ്ട്. പിന്നെയും ഒത്തിരി നാളുകൾ ജോലി ചെയ്താൽ മാത്രമേ ഒന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ദീർഘനിശ്വാസം വിടുവാൻ കഴിയത്തുള്ളൂ. ആ മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവദാസനെ, ഞാൻ 1-2 മാസങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് കാൽ വയ്ക്കുന്നത് മരുഭൂമിയിലായിരിക്കും. ആമേൻ. മരുഭൂമി പോലെ എൻ്റെ ജീവിതം ആയിരിക്കുന്നു. ആമേൻ. മരുഭൂമി എന്ന വാക്ക് കേൾക്കയിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയുണ്ടായി. പ്രിയരെ, മരുഭൂമി എന്ന വാക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തകർച്ചയുടെ, പ്രതീക്ഷ നഷ്ടപ്പെടലിന്റെ, വിരഹത്തിന്റെ, ഒറ്റപ്പെടലിന്റെ, നിന്ദയുടെ, നല്ലതൊന്നും പ്രാപിക്കുവാൻ കഴിയാതെ മരിക്കണോ ജീവിക്കണമോ എന്ന് പോലും തീരുമാനമെടുക്കുവാൻ കഴിയാത്ത ആ അവസ്ഥയെക്കുറിച്ച് വേദപുസ്തകത്തിൽ മരുഭൂമി എന്ന് ചുരുക്കി എവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അതൊക്കെ വായിക്കുമ്പോൾ ഭയന്ന് വിറയ്ക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക: മരുഭൂമിയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് മരുഭൂമിയെ പച്ചപ്പാക്കിയ ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. മരുഭൂമിയെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ദൈവമല്ല നിന്റെ ജീവിതത്തിൽ മരുഭൂമിയെ കാട്ടി നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന ദൈവമല്ല. ആ മരുഭൂമിക്കപ്പുറത്ത് പച്ചപ്പൊരുക്കുന്ന ഒരു താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ മരുഭൂമിക്കപ്പുറത്ത് പ്രതീക്ഷ നഷ്ടപ്പെട്ട, നല്ലതൊന്നും കാണുവാനും കേൾക്കുവാനും ഇല്ലാതായിരിക്കുന്ന ആ സ്ഥാനത്ത് നല്ലത് കാണുവാനും കേൾക്കുവാനും നൽകി പച്ചപ്പൊരുക്കുന്ന ദൈവം, പച്ചപ്പൊരുക്കുന്ന ദൈവം. ഞാൻ ആ സഹോദരനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞു: സഹോദരാ, നീ കാൽ വയ്ക്കുവാൻ പോകുന്നത് മരുഭൂമിയിലേക്കല്ല. നീ മരുഭൂമി കണ്ടിട്ടുണ്ടെങ്കിൽ നീ പച്ചപ്പിലേക്കാണ് കാൽ വയ്ക്കുവാൻ പോകുന്നത്. നീ ഭക്തനാണ്. നീ ഭക്തനായതുകൊണ്ട് നീ കാൽ വയ്ക്കുന്നത് പച്ചപ്പിലേക്കാണ്. ലോക മനുഷ്യൻ കാൽ വയ്ക്കുന്നത് പോലെ മരുഭൂമിയിലേക്കല്ല. നീ കാൽ വയ്ക്കുവാൻ പോകുന്നത് പച്ചപ്പാണ്. നിന്റെ കാൽ കീഴിൽ പച്ചപ്പുണ്ട്. ചില മാസങ്ങൾ കഴിഞ്ഞ് ആ സഹോദരൻ നാട്ടിൽ വന്നു. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കും, ഇപ്പോൾ കടക്കാരനായി തലകുനിച്ച് മറ്റുള്ളവരുടെ പ്രാക്കും പരിഹാസവും കേട്ട് കുടുംബക്കാരും അടിച്ചുറക്കി ആട്ടിവിട്ട് ഒന്നുമില്ലാതെ ഒന്നിനും കൊള്ളാത്തവനായി ഇരിക്കുന്നു. അങ്ങനെയല്ല. ആ സഹോദരൻ തിരികെ പോയി താൻ ഏത് സ്ഥാപനത്തിൽ നിന്നാണോ തൻ്റെ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് വേദനയോടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്, അതിലും നല്ല സ്ഥാപനത്തിൽ അതേ രാജ്യത്ത് ഇന്നും ജോലി ചെയ്ത് ആ പച്ചപ്പ് അനുഭവിച്ച് ജീവിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നീ ഭക്തനാണെങ്കിൽ മുൻപിൽ കാണുന്ന മരുഭൂമി കണ്ട് ഭയപ്പെടേണ്ട. അവിടെ ഒരു പച്ചപ്പുണ്ട്. നീ കാൽ വയ്ക്കുമ്പോൾ നീ ആ പച്ചപ്പ് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതെ, ആ പച്ചപ്പ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആ മരുഭൂമിയുടെ അനുഭവത്തിൽ നീ വെന്തു പോകുന്ന, നീ ഇല്ലാതായി തീരുന്ന ആ മരുഭൂമിയുടെ അനുഭവത്തിൽ അതെ നിനക്ക് എൻ്റെ ദൈവം ഒരു പച്ചപ്പ് യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പച്ചപ്പ് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നീ ഭക്തനാണെങ്കിൽ മരുഭൂമി കണ്ട് കാൽ പിൻവലിക്കേണ്ട, ധൈര്യമായി കാൽ വെച്ചോ. ആമേൻ. നീ കാൽ വയ്ക്കുന്നിടത്ത് ദൈവം പച്ചപ്പൊരുക്കും. ഓ ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ നീ കാൽ വയ്ക്കുന്നിടത്ത്, പച്ചപ്പുള്ളിടത്ത് നിന്നെ കൊണ്ടുപോകുമെന്നല്ല പറഞ്ഞത്. നീ കാൽ വയ്ക്കുന്നിടത്ത് സഭയെ നിങ്ങൾ കാൽ വയ്ക്കുന്നിടത്ത്, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കാൽ വയ്ക്കുന്നിടത്ത് അവിടെ മരുഭൂമിയല്ല, അവിടെ പച്ചപ്പ്. കാരണം നീ ഭക്തനാണ്. നീ ദൈവത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ.
താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പച്ചപ്പ് ശ്രദ്ധിക്കണമേ, അത് വെറുതെ കൊതിപ്പിക്കുവാനായി പറയുന്നതല്ല. ഒരു പക്ഷേ നിങ്ങൾ ചിലർ ചിന്തിച്ചേക്കാം, വെറുതെ എന്തെങ്കിലും പറയണമല്ലോ അല്ലെങ്കിൽ സമയം പോകത്തില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്നതായിരിക്കും. ഒരിക്കലുമല്ല, വെറുതെ പറയുന്നതല്ല. നോക്ക്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട്. അഥവാ നിന്റെ മരുഭൂമിയുടെ അവസ്ഥ മാറുവാൻ ദൈവം ഉറവകളെ തുറക്കും. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വെറും വാക്ക് പറയുന്നവനല്ല, അവൻ ഉറവ തുറക്കും. അവൻ ഉറവ തുറക്കും. ഇന്നത്തെ വരൾച്ച മാറുവാൻ, ഇന്നത്തെ വരണ്ട അവസ്ഥ മാറുവാൻ, ഇന്നത്തെ ഒറ്റപ്പെടൽ മാറുവാൻ, ഇന്നത്തെ ഭയപ്പാട് മാറുവാൻ, ഇന്നത്തെ നിന്ന മാറുവാൻ, ഇന്നത്തെ നിരാശ മാറുവാൻ, ഇങ്ങനെ ഒരു നശിച്ച ജീവിതം നിനക്ക് കിട്ടിയല്ലോ എന്ന് മറ്റുള്ളവർ ചോദിച്ച് പരിഹസിക്കുന്ന അവസ്ഥ മാറുവാൻ, ഒരിക്കൽ കൂടി ആ അവസ്ഥ മാറുവാൻ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഉറവ തുറക്കുക. ദൈവം ഉറവ തുറക്കുക. യേശുവിൻ നാമത്തിൽ ആ മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുന്ന ഉറവ. യെസ്, ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ തൊഴിലിടത്തിൽ ആ ഉറവ തുറക്കുക. വരുമാന മേഖലയിൽ ആ ഉറവ തുറക്കുക. നീ കാണുന്ന മരുഭൂമിയെ പച്ചപ്പുള്ളതാക്കി മാറ്റുവാൻ, നീ കാണുന്ന മരുഭൂമിയെ നീരോട്ടമുള്ള താഴ്വരയാക്കി മാറ്റുക. യെസ്, ഓ സ്തോത്രം. നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് ആ ഉറവ തുറക്കുക. നീ നിന്റെ ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുവാൻ, നിന്റെ കുടുംബം സന്തോഷമായി മുൻപ്, ഓ യെസ്, ആരാധന ശഖാരതനെ ഷന്ധാരകന ഒരുമിച്ച് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നിനക്കുണ്ടാകുവാൻ ഉറവ തുറക്കുക. ഉറവ തുറക്കുക. നിന്റെ തലമുറകളുടെ വരണ്ട ജീവിതം മാറുവാൻ, വരൾച്ച പിടിച്ച അനുഭവം മാറുവാൻ, ഓ സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും മാതാവേ, പ്രാർത്ഥിക്കും പിതാവേ, ഉറവയൊന്ന് തുറക്കുക. ഉറവയൊന്ന് തുറക്കുക. മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമായി അവൻ ഇനി ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ, അവൾ ഇനി ഭവനത്തിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ, അവൻ ഉറവ തുറക്കുക. എന്റെ ദൈവം ഉറവ. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ എന്റെ ദൈവം ഉറവ തുറക്കുക. നീ ഇനിയും രോഗിയായി തീരാതിരിക്കുവാൻ വേണ്ടി സൗഖ്യത്തിന്റെ ഉറവ ഗിലെയാദിലെ നല്ല വൈദ്യൻ നിനക്ക് വേണ്ടി ഇന്ന് തുറന്നു തരും. യേശുവിൻ നാമത്തിൽ ഗിലെയാദിലെ നല്ല വൈദ്യൻ, ഗിലെയാദിലെ നല്ല വൈദ്യൻ സൗഖ്യത്തിന്റെ ഒരു ഉറവ തുറന്നു തരിക, നിന്നെ സൗഖ്യമാക്കുവാൻ. യെസ്, ആ മരുഭൂമിയുടെ അനുഭവം മാറുവാൻ, രോഗമെന്ന മരുഭൂമിയുടെ അനുഭവം മാറുവാൻ, അതേ ഉറവ തുറക്കുക. ഹല്ലേലൂയ. വെറും വാക്ക് പറയുന്നവനല്ല എൻ്റെ ദൈവം. നീ ഭക്തനെങ്കിൽ നീ കാൽ വയ്ക്കുന്നിടത്ത് പച്ചപ്പുണ്ട്. ആമേൻ, സ്തോത്രം. ലോകം പറയും വയ്ക്കല്ലേടാ, കാൽ വയ്ക്കല്ലേടാ, അവിടെ നീ വെന്തു പോകും. ഇല്ലെന്നേ, ലോകം ഒരുപക്ഷെ വെന്തു പോയേക്കാം, പക്ഷെ നീ വെന്തു പോകത്തില്ല. കാരണം നീ അവൻ്റെ ചിറകിൻ്റെ മറവിൽ സുരക്ഷിതനായിരിക്കുന്നു. അവനറിയാം നിന്റെ കാൽ എവിടെ വയ്പ്പിക്കണമെന്ന്. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ, ഓ സ്തോത്രം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവത്തിന് അറിയാം നീ എവിടെ കാൽ വയ്ക്കണമെന്ന്. ആമേൻ. എവിടെയാണ് നീ സുരക്ഷിതനെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. എവിടെയാണ് നീ അനുഗ്രഹം പ്രാപിക്കുന്നവനെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. ഭക്തൻ പിന്നെയും വിളിച്ചു പറയുന്നു, രണ്ട്, അതെ, എനിക്ക് മുമ്പിൽ അഥവാ ഭക്തന് മുമ്പിൽ സ്വസ്ഥതയുള്ള വെള്ളമുണ്ട്. എന്താണ് സ്വസ്ഥതയുള്ള വെള്ളമുണ്ട്? സങ്കീർത്തനം 23:2. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികിലേക്ക് എന്നെ നടത്തുന്നു. എല്ലാമുണ്ട്. ആമേൻ. ഇന്ന് സ്തോത്രം. ഒരു നിമിഷം എന്നെ നോക്കിയേ. വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യമുണ്ട്, കയറി കിടക്കുവാൻ വീടുണ്ട്, 4 നേരം ആഹാരമുണ്ട്, വസ്ത്രമുണ്ട്, ഇങ്ങനെ പറയുവാൻ എല്ലാമുണ്ട്. പക്ഷേ രാത്രി കിടന്നുറങ്ങുവാൻ സമാധാനം മാത്രമില്ല. ഹല്ലേലൂയ. എല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴും ഒന്ന് സമാധാനത്തോടെ എന്ന് പറഞ്ഞാൽ, ഓ സ്തോത്രം, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചത്ത് കിടന്നുറങ്ങി എന്ന് പറയത്തില്ല. അയ്യോ എന്തൊരു ഉറക്കമാ. ചിലർ ഉറങ്ങുന്നത് കാണുമ്പോൾ ചിലർക്കൊക്കെ അസൂയ വരും. അങ്ങനെ ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ, ഞെട്ടി ഉണരാതെ ഒന്ന് ഉറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ. ഉറക്കം നഷ്ടപ്പെട്ട് ചിലർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ആമേൻ. നിന്റെ ഉറക്കത്തെ എൻ്റെ കർത്താവ് തിരികെ തരിക. നീ, ഓ സ്തോത്രം, പോത്തുപോലെ കിടന്നുറങ്ങാൻ പോകുക. നീ സുഖമായിട്ട് ഉറങ്ങുവാൻ പോകുക. നീ സമാധാനത്തോടെ ഉറങ്ങുവാൻ പോകുക. നീ സന്തോഷത്തോടെ, ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ നീ ഞെട്ടി ഉണരാതെ ഭീകര സ്വപ്നങ്ങൾ കണ്ട് നാളത്തെ കുറിച്ചോർത്ത് ഭയപ്പെടാതെ 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 നീ സുഖമായി നിന്റെ ഭവനത്തിനകത്ത്, ഓ റിധാന ശഖാരതനെ, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഉള്ളതും കഴിച്ച് സുഖമായി ഉറങ്ങുവാൻ പോകുക. ഇന്ന് പലരുടെ ഏറ്റവും വലിയ പ്രാർത്ഥനാ വിഷയം അതാ. കർത്താവേ, വീട്ടിലുണ്ടാക്കി വെക്കുന്നത് കഴിച്ച് കിടന്നുറങ്ങുവാൻ പറ്റണമേ. അനേക ഭവനങ്ങളിൽ അത് സാധ്യമല്ലെന്നേ. അതേ, രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട്, ഓ സ്തോത്രം, അമ്മ ആഹാരം ഉണ്ടാക്കും, അപ്പന ആഹാരം ഉണ്ടാകേണ്ടതിന് വേണ്ടി കഷ്ടപ്പെടുവാൻ പോകും. രാത്രി മക്കൾ വരുന്ന കോലം കണ്ട് ആ ചോറും മടച്ചു വെച്ചിട്ട് വിശപ്പോടെ അമ്മയും ഉറങ്ങും, ആഹാരം ഉണ്ടാക്കിയവളും ഉറങ്ങും, ആഹാരം ഉണ്ടാക്കുവാൻ കഷ്ടപ്പെട്ടവനും ഉറങ്ങും. കഴിക്കുവാൻ
പോലും കഴിയാതെ, വായ്ക്കകത്ത് ഒരുപിടി വാരി വെച്ചാൽ തൊണ്ടയിൽ കൂടെ ഇറങ്ങുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ ഭയപ്പെടുത്തുന്ന അവസ്ഥകൾക്ക് മധ്യത്തിലായിരിക്കുമ്പോൾ കേൾക്ക്, എൻ്റെ കർത്താവ് നിനക്ക് സ്വസ്ഥത തരും. ആമേൻ. നീ അധ്വാനിക്കുന്നത്, നിന്റെ വീട്ടിൽ പാകം ചെയ്യുന്നത് കഴിക്കുവാൻ, സുഖമായി കഴിക്കുവാൻ, മൂക്കുമുട്ട തിന്നുവാനുള്ള ഭാഗ്യം എൻ്റെ ദൈവം തരും. ആമേൻ. പലർക്കും കൊണ്ടുവയ്ക്കുന്നുണ്ട്, ഉണ്ട്. പക്ഷേ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ വിളിക്കണം, ഡോക്ടറെ ഇതൊക്കെ കഴിക്കാമോ? പലർക്കും ഡൗട്ടാ, ഏതൊക്കെ കഴിക്കാമോ, ഏതൊക്കെ കഴിക്കുവാൻ പാടില്ല. ആമേൻ. നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ച് നീ ജീവിക്കുവാൻ പോകുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നിനക്ക് ഇഷ്ടമുള്ളത് കഴിച്ച് സ്വസ്ഥമായി നീ ജീവിക്കുവാൻ പോകുക. നോക്കും, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ വാതിലടച്ച് മുറിക്കകത്തിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകവുമായി നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഒരുപക്ഷെ എന്നെക്കാൾ തന്നെ. അപ്പോൾ നിങ്ങൾക്കറിയാം ശിഷ്യന്മാർ എന്തിനാണ് 8 ദിവസത്തോളം ഭയന്നായിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു, അവരുടെ പ്രത്യാശയായ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അത് 8-ാമത്തെ ദിവസമാണ്. 7 ദിവസവും അവർ കാതോർത്തത് പുറത്തു വരുന്ന കുളമ്പടി ഒച്ചകളാണ്. കുതിര കുളമ്പടിയുടെ ഒച്ച, ചാട്ടവാറിന്റെ ശീൽക്കാര സ്വരം, പീലാത്തോസിന്റെ കൽപ്പന, അല്ലെങ്കിൽ യഹൂദന്മാരുടെ മതാനുസാരികളുടെ കൽപ്പന നിറവേറ്റുവാൻ ഓടിക്കൂടുന്ന പടയാളികൾ. ഇങ്ങനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. പിടികിട്ടിയാൽ അപ്പോൾ തന്നെ യേശുവിനെ കൊന്നവർ ഇവരെ എങ്ങനെ കൊല്ലുമെന്നറിയത്തില്ല. ഔവിധത്തിൽ ഭയപ്പെട്ട് അവർ ആയിരിക്കുന്നു, ഔവിധത്തിൽ ഭയപ്പെട്ടായിരിക്കുന്നു. ഭയന്ന് ഞാൻ പറയും, 8 ദിവസമായി ഉറക്കം പോലുമില്ലാതെ, ഉറങ്ങുവാൻ പോലും കഴിയാതെ, എന്തൊരു ശബ്ദം കേട്ടാലും അയ്യോ അതാ പടയാളികൾ വരുന്നു, അയ്യോ അതാ എന്നെ കല്ലെറിയുവാൻ പോകുന്നു, അയ്യോ എന്നെ ക്രൂശിക്കുവാൻ പോകുന്നു, അയ്യോ എന്നെ കൊല്ലുവാൻ പോകുന്നു. ആ ഓരോ ഞൊടിയിലും ആദ്യമൊക്കെ അവർ മിണ്ടാതിരുന്ന് കാണും. പിന്നെ അവർ പറഞ്ഞു കാണും, ഏത് നശിച്ച സമയത്താണോ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ തോന്നിയത്. കഷ്ടത കുറെ വരുമ്പോൾ പലരും പറയും, അയ്യോ ഏത് നശിച്ച സമയത്താണോ ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ തോന്നിയത്, ഏത് നശിച്ച സമയത്താണോ യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ തോന്നിയത്, ഏത് നശിച്ച സമയത്താണോ യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ അതെ ഇടയായി തീർന്നത്. അങ്ങനെ പറഞ്ഞ് പരിതപിക്കുമ്പോൾ തിരിച്ചറിയുക, ഇന്നും മാന്യമായൊരു ജീവിതം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ യേശുവിന് അത്രേ. ആമേൻ. വഴിവക്കിൽ നീ തീർന്നു പോകാതെ, ലോകമോഹങ്ങളിൽ പിടിപ്പെട്ടു പോകാതെ, മനുഷ്യനും പിശാചും ഒരുമിച്ച് നിന്നെ തകർത്ത് കളയാതെ നീ ഇന്നും ആയിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം യേശുവിന് കൊടുത്തത് കൊണ്ട് അത്രേ. അതുകൊണ്ട് പ്രശ്നം വരുമ്പോൾ, അതേ ഭാരം, പ്രതിസന്ധി വരുമ്പോൾ, ഭയം വരുമ്പോൾ യേശുവിനെ തള്ളിപ്പറയേണ്ട. 3.5 വർഷം കൊണ്ട്, ആമേൻ, 2000 വർഷം കഴിഞ്ഞിട്ടും വാതോരാതെ പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ജീവിതം ശിഷ്യന്മാർക്ക് കൊടുത്ത യേശുവ. നീ എൻ്റെ യേശുവിന് നിന്റെ ജീവിതം കൊടുത്താൽ ഈ തലമുറ പറഞ്ഞാലും തീരത്തില്ല, വരുന്ന തലമുറ പറഞ്ഞാലും തീരത്തില്ല. എൻ്റെ യേശുവിൻ്റെ വരവ് വരെ പറഞ്ഞാലും, നിന്നെക്കുറിച്ച് പറഞ്ഞാലും തീരാത്തത് നിന്റെ ജീവിതത്തിൽ തന്ന് എൻ്റെ യേശു നിന്നെ മാനിക്കും. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, അവർ അങ്ങനെ ഭയന്നായിരിക്കുമ്പോൾ വാതിലടച്ചിരിക്കുന്നു. വചനം പറയുന്നു, വാതിലടച്ചിരിക്കെ യേശു അകത്ത് വന്ന് അവരുടെ അടുക്കൽ നിന്നു. അവരുടെ അടുക്കൽ നിൽക്കുക മാത്രമല്ല, അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്താണോ അവർക്ക് കഴിഞ്ഞ 8 ദിവസമായി ഇല്ലാതിരുന്നത്, അത് യേശു അവർക്ക് നൽകുക. വാതിൽ അടച്ചിരിക്കെ തന്നെ. പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ പലരും വാതിൽ അടച്ചിടും. വീടിന്റെ വാതിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ വാതിലും അടച്ചിടും. ഇല്ല, എനിക്ക് വിടുതലില്ല, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സംഭവിക്കത്തില്ല, ഞാൻ ഓടുന്നത് വെറുതെയാണ്, ഞാൻ ചാടുന്നത് വെറുതെയാണ്, വെള്ളം കാണുമ്പോൾ നിൽക്കുന്നത് വെറുതെയാണ്, ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിലേക്ക് എത്തും. ഒന്നും ചെവിക്കകത്ത് കയറത്തില്ല, എന്തൊക്കെ പറഞ്ഞാലും ചെവിക്കകത്ത് കയറത്തില്ല. ഹൃദയം അടച്ചിരിക്കുക, ഹൃദയത്തിന്റെ വാതിലുകൾ അടച്ചിട്ടിരിക്കുക. ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, വാതിലടച്ചിരിക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് കടന്ന് നിനക്ക് സമാധാനം നൽകുന്ന ഒരു നല്ല ദൈവം. വാതിൽ അവിടെ അടച്ചിരിക്കെ തന്നെ, നീ അടച്ചുറപ്പിച്ച വാതിലിനകത്ത്, ഓ താങ്ക് യു ലോർഡ്, നിന്റെ ജീവിതത്തിനകത്ത് എൻ്റെ യേശു കടന്നു വരിക. നിനക്ക് സമാധാനവുമായി, ലോകം തരാത്ത സമാധാനവുമായി, ലോകത്തിന് കവർന്നെടുക്കുവാൻ കഴിയാത്ത സമാധാനവും സ്വസ്ഥതയുമായി എൻ്റെ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസ്വസ്ഥതയോടെ ഭവനങ്ങൾക്കകത്ത് മുറിപൂട്ടി ഫോൺ എടുക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്ന ചിലരുണ്ട്. കേൾക്ക്, യേശു നിന്റെ ജീവിതത്തിലേക്ക്, ഓ യേശുവിൻ നാമത്തിൽ യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നീ സ്വസ്ഥമായി
സമാധാനമായിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭവനത്തിനകത്തേക്ക് ദേശമേ കേൾക്ക്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചായിരിക്കുന്ന നിന്റെ ഭവനത്തിനകത്തേക്ക് എൻ്റെ യേശു കടന്നു വരിക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഇനി മരണം മാത്രമെന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ അടുക്കലേക്ക് എൻ്റെ യേശു കടന്നു വരിക. അതെ, നിങ്ങൾക്ക് സ്വസ്ഥത ഉണ്ടാകുവാൻ. ഹല്ലേലൂയ. സ്വസ്ഥത ഉണ്ടായപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പേടിച്ചിരുന്നവരൊക്കെ പുറത്തു വരുവാൻ തുടങ്ങി. ആമേൻ. ഉള്ളിൽ സമാധാനം കിട്ടിയാൽ അങ്ങനെ ഇരിക്കുന്നിടത്തുനിന്ന് ചാടി പുറത്തു വരും. പുറത്തു വന്നപ്പോഴോ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-41 വാക്യത്തിൽ അവർ ശത്രുവിനെ, അവരെ അന്ന് വരെ ഭയപ്പെടുത്തിയ ശത്രുവിനെ വെല്ലുവിളിക്കുവാനായി തുടങ്ങി. അവന്റെ വാക്ക് കേട്ട്, ആരുടെ? പത്രോസിന്റെ വാക്ക് കേട്ട്, ഭയന്ന് ഒതുങ്ങിയിരുന്ന പത്രോസിന്റെ വാക്ക് കേട്ട് അന്ന് സ്നാനം കൈക്കൊണ്ടവർ 3000-ഓളം പേരായിരുന്നു. ആമേൻ. ഭയന്നിരുന്ന ഒത്തിരി പേർ ഭയപ്പെട്ടവരാൽ വിടുവിക്കപ്പെട്ടു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ ശത്രുവിനെ വെല്ലുവിളിക്കും. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഇന്നത്തെ അസ്വസ്ഥതകൾ മാറുമ്പോൾ, ഇന്നത്തെ വല്ലാതെ കലങ്ങി മറിഞ്ഞ അവസ്ഥ മാറുമ്പോൾ, പലതും ചിന്തിച്ചു കൂട്ടി കലങ്ങി മറിയുന്ന അവസ്ഥ മാറുമ്പോൾ, ഇന്ന് പകൽ ആ കലക്കത്തെ മാറ്റിക്കളഞ്ഞ് യേശു വാതിൽക്കൽ നിന്ന് മുട്ടുകയാ. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്ക്. യേശു നിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതെ, കലങ്ങി മറിഞ്ഞ ചില അനുഭവങ്ങൾ മാറും. നീ ശത്രുവിനെ വെല്ലുവിളിക്കുവാൻ തുടങ്ങും. നിന്നെ ഭയപ്പെടുത്തിയ ശത്രുവിനെ നീ വെല്ലുവിളിക്കുവാൻ തുടങ്ങും. എണ്ണിക്കൂടാതെ വണ്ണം നിന്റെ വാക്ക് കേട്ട് ശത്രുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നവർ പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ട നിന്റെ നന്മ പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ട നിന്റെ അനുഭവങ്ങൾ പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ട നിന്റെ തലമുറകൾ പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ട നിന്റെ നന്മകൾ പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ട നിന്റെ ആരോഗ്യം പുറത്തു വരും. ശത്രുവിനാൽ പിടിക്കപ്പെട്ടത് അതെ, നിന്റെ ശുശ്രൂഷ അത് പുറത്തു വരും. ഹല്ലേലൂയ. ആമേൻ. ഭയന്നിരുന്നവൻ പുറത്തു വന്നാൽ അതാ സംഭവിക്കുന്നേ. ആമേൻ. ഹല്ലേലൂയ. പിശാചിന് അറിയത്തില്ല, അവന് ഭയപ്പെടുത്താനേ കഴിയത്തുള്ളൂ. ആ ഭയന്നിരിക്കുന്നവനെ യേശു ഒരു ദിവസം വന്ന് പുറത്തു കൊണ്ടുവരും. ദേശത്തിൽ ഒത്തിരി മാതാപിതാക്കൾ കണ്ണുനീരോടെ ആയിരിക്കുന്നുണ്ട്. ആമേൻ. പിടിക്കപ്പെട്ട തലമുറകളെ കുറിച്ച് ഓർത്ത് മാതാവേ ഭയപ്പെടേണ്ട, യേശു വന്ന് തൊടും, അവർ പുറത്തു വരും. ആമേൻ. അവർ പുറത്തു വന്നാൽ പിന്നെ ഒരുപാട് വീടുകളുടെ വാതിലുകൾ തുറക്കും. അകത്തിരിക്കുന്നവരൊക്കെ ഓടി പുറത്തു വരുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം തന്നെ 2-43 വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. ആമേൻ. ഭയപ്പെട്ട നീ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുക. അതാ ആദ്യം ആ ദൂത് നിങ്ങൾ കേൾക്കേണ്ടി വന്നത്. ആമേൻ. ആ നദിയുടെ ഒരു ഉറവ ഇന്ന് ചില ജീവിതങ്ങളിൽ നിന്ന് പൊട്ടി പുറപ്പെടും. യേശുവിൻ നാമത്തിൽ നീ അത്ഭുതമായി മാറുവാൻ, നീ അത്ഭുതം പ്രവർത്തിക്കുവാൻ അതെ, കേൾക്ക്, ഒരു പൊട്ടി പുറപ്പെടൽ ഇന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ അത്ഭുതം പ്രവർത്തിക്കും. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അടയാളപ്പെടുത്തും. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അടയാളപ്പെടുത്തും. നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ അടയാളപ്പെടുത്തും. നിങ്ങളുടെ ദേശത്തിൽ നിങ്ങളുടെ ജീവിതത്തെ, അവിടെ ഒരുത്തൻ ഉണ്ടായിരുന്നു, ഈ പട്ടി റോഡിൽ വണ്ടി ഇടിച്ചു കിടന്ന് അതേ മരിച്ചു കുറെ കഴിയുമ്പോൾ ആരെങ്കിലും എടുത്ത് കളയുന്നത് പോലെ അങ്ങനെ നിങ്ങളുടെ പേര് മാഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരു ദേശത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പേരിൽ ആ ദേശം അറിയപ്പെടും. പ്രാർത്ഥിക്കുന്ന, വിശ്വസിക്കുന്ന, ദൈവത്തിന് നിന്റെ ജീവിതം സമർപ്പിച്ച സഹോദരാ സഹോദരി, നീ ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തെ അറിയുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നീ ഒരുവൻ ഉണ്ടായിരുന്നു എന്ന് ദേശം സാക്ഷി പറയുവാനായി തുടങ്ങും. നീ നിന്റെ ജീവിതത്തെ അടയാളപ്പെടുത്തും. നിന്റെ ഭർത്താവിന്റെ വീട്ടിനകത്ത് നീ നിന്റെ പേര് എഴുതി വയ്ക്കും. നിന്റെ കോളേജിൽ, സ്കൂളിൽ നീ നിന്റെ പേര് എഴുതി വയ്ക്കും. നീ കടന്നുപോയ രാജ്യത്ത് നീ നിന്റെ പേര് എഴുതി വയ്ക്കും. ശുശ്രൂഷക, ഒത്തിരി വ്യക്തികളുടെ ഹൃദയത്തിൽ നീ യേശുവിന്റെ പേര് എഴുതി വയ്ക്കും. ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ ശരിയാണ്, ഞങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കേവലം അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രം നടന്ന ഒരു കാര്യമായിരിക്കാം, അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രം സംഭവിച്ച ഒരു കാര്യമായിരിക്കാം. ശ്രദ്ധിക്കണമേ, ഇത് കേവലം അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രം സംഭവിച്ച ഒരു കാര്യമല്ല. ചില വർഷങ്ങൾക്ക് മുമ്പ്, സ്തോത്രം, ഒരു റെയിൽവേ ട്രാക്കിന്റെ അരികിലുള്ള ഒരു റൂമിൽ ഒരു മനുഷ്യൻ രാത്രി വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് രാത്രി വണ്ടി വരുന്നത്? ആ മനുഷ്യൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ മനുഷ്യന് മരിക്കണം. മരണത്തിനുള്ള കാരണം ഇതാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ല, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഒരു വല്ലാത്ത ഒരു അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാത്ത ഒരു വല്ലാത്ത ജീവിതം. അങ്ങനെ ആ മനുഷ്യൻ രാത്രി മുറിയടച്ച് മുറിക്കകത്തിരിക്കുകയാണ്. രാത്രി വണ്ടി വരണം, അതുവരെ സമയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മനുഷ്യൻ തൻ്റെ കുഞ്ഞുനാളിലെ പകർന്നു കിട്ടിയ അനുഭവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയ ആ വിശ്വാസം, ഇനി ഞാൻ ആത്മഹത്യ ചെയ്ത് എനിക്ക് നരകം കിട്ടുമോ? ദൈവസന്നിധിയിൽ പറഞ്ഞു, കർത്താവെ, ഒരിക്കലും എന്നെ നീ നരകത്തിൽ കൊണ്ടിടരുത്. ഞാൻ
സ്വർഗത്തിൽ ജീവിച്ചോളാം, എനിക്കിവിടെ വല്ലാത്ത പ്രഷറാണ്, എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ആ മുറിക്കകത്തൊരു കാൽപെരുമാറ്റം, ഒരാൾ ഇറങ്ങി, ഒരു സ്തോത്രം, ആ ഒരാൾ അതിനകത്ത് നടക്കുന്നത് ആ മനുഷ്യൻ സ്തോത്രം കണ്ടു. പെട്ടെന്ന് ആ മനുഷ്യൻ ഞെട്ടി ചുറ്റുപാട് നോക്കി, എന്നിട്ട് സ്വയം ചിരിച്ചത് എന്തിനാണ്? അദ്ദേഹത്തിന് പെട്ടെന്ന് ബോധമുണ്ടായി. സ്തോത്രം, ഈ മരണഭയം എന്നെ സ്ഥലകാല ബോധമില്ലാത്തവനാക്കി. ഞാൻ മുറി അടച്ചിരിക്കുകയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഈ മുറിക്കകത്ത് ആരെങ്കിലും വരുന്നത്? അപ്പോൾ എനിക്ക് തോന്നലാണ്, മരണത്തെ മുൻപിൽ കാണുമ്പോൾ ഇങ്ങനെ പല തോന്നലുകളും ഉണ്ടാകാറുണ്ടല്ലോ. ആമേൻ. ആ മനുഷ്യൻ തൻ്റെ തോന്നലെന്ന് ചിന്തിച്ച് വീണ്ടും പ്രാർത്ഥിക്കുവാനായിരുന്നു. തൻ്റെ തോളിൽ ഒരു മനുഷ്യൻ കരം വെച്ചു. ആ മനുഷ്യൻ അത് തിരിച്ചറിഞ്ഞു, ഞെട്ടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ ആ മനുഷ്യൻ കണ്ടു. അസ്വസ്ഥത നിറഞ്ഞ തൻ്റെ രാത്രികൾക്ക് അന്ത്യമായി. അല്പം കഴിഞ്ഞപ്പോൾ ട്രെയിൻ കൂകി പാഞ്ഞ് ആ റെയിൽവേ ലൈൻ വഴി കടന്നുപോയി. അദ്ദേഹം മരിച്ചില്ല. ചില വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അനേകായിരങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നേടി. ആ മനുഷ്യന്റെ പേരാണ് സാധു സുന്ദർ സിംഗ്. ആമേൻ. മരണത്തെ പ്രതീക്ഷിച്ച് റെയിൽവേ ലൈനിന്റെ അടുക്കൽ മരണം പ്രതീക്ഷിച്ചായിരുന്നവനെ യേശു സന്ദർശിച്ചപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ ജീവനിലേക്ക് നടന്നു കയറി. ഓരോ മീറ്റിംഗിലും നൂറുകണക്കിന് പേർ രക്ഷയിലേക്ക് വന്നു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, തിരിച്ചറിയ, യേശു നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുമ്പോൾ, നിങ്ങളിലൂടെ ഒത്തിരി പേർ സമാധാനം അനുഭവിക്കും. ഈ ലോകത്തിന് ഒരു മനുഷ്യനും കൊടുക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിങ്ങളിലൂടെ അനേകർക്ക് കൊടുക്കും. നിങ്ങൾ അനേകരെ കരം പിടിച്ചു നടത്തും. ഹല്ലേലൂയ. മൂന്നാമത്തെ ആ പോയിന്റിലേക്ക് വരട്ടെ. എന്നോടുകൂടെ ഭക്തൻ പറയുകയാണ്, എന്നോടുകൂടെ സ്തോത്രം. ദാവീദ് പറയുകയാണ്, എന്നോടുകൂടെ അവൻ നല്ല ഇടയനായി കൂടെയുണ്ട്. സങ്കീർത്തനം 23:1, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. അർത്ഥം, ആരുടെ മുൻപിലും ഒന്നിനും കൈ നീട്ടുവാൻ എൻ്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ചിറകിൻ്റെ മറവിൽ മറയ്ക്കുവാൻ കോഴിക്ക് അറിയാമെങ്കിൽ അതിൻ്റെ കുഞ്ഞിന് വേണ്ട ആഹാരം കൊടുക്കുവാനും ദൈവത്തിന് അറിയാം. നിന്നെ ചില സ്ഥാനങ്ങളിൽ ആക്കിയിരിക്കുവാൻ എൻ്റെ ദൈവത്തിന് അറിയാമെങ്കിൽ അവിടെ നിനക്ക് തരുവാൻ എന്താണ് വേണ്ടതെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. നിനക്ക് മുട്ടുണ്ടാകത്തില്ല, നീ ആഹാരത്തിന് മുട്ടുവരുവാൻ ദൈവം അനുവദിക്കത്തില്ല, വസ്ത്രത്തിന് മുട്ടുണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല, നന്മകൾക്ക് മുട്ടുണ്ടാകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടതൊന്നിനു വേണ്ടിയും നീ കൈ നീട്ടുവാൻ, ആരുടെ മുമ്പിൽ യാചകനായി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിനക്ക് വേണ്ടത് എൻ്റെ ദൈവം തരും. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിനക്ക് വേണ്ട ജോലി എൻ്റെ ദൈവം തരും, നിനക്ക് വേണ്ട ആഹാരം എൻ്റെ ദൈവം തരും, നിനക്ക് വേണ്ട വസ്ത്രം എൻ്റെ ദൈവം തരും, നിനക്ക് വേണ്ട പാർപ്പിടം എൻ്റെ ദൈവം തരും, നിനക്ക് വേണ്ട ആത്മീയ ജീവിതം എൻ്റെ ദൈവം തരും, നിനക്ക് വേണ്ട ശുശ്രൂഷ എൻ്റെ ജീവിതം ദൈവം തരും. അതെ, എൻ്റെ ദൈവം നിനക്ക് വേണ്ടത് തരും. നിനക്ക് മുട്ടുണ്ടാകുകയില്ല. ആമേൻ. ശ്രദ്ധിക്കണമേ, ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന പലരും തെറ്റിദ്ധരിക്കുവാൻ ഇടയുണ്ട്. തെറ്റിദ്ധരിക്കുവാൻ പാടില്ലല്ലോ. വചനമാണല്ലോ നിങ്ങൾ കേൾക്കുന്നത്. എപ്പോഴാണ് മുട്ടുണ്ടാകാതെ ഇരിക്കുന്നത്? നിങ്ങൾ ശിഷ്യന്മാരോട് തന്നെ ചോദിക്കണം, എപ്പോഴാണ് ശിഷ്യന്മാരെ നിങ്ങൾക്ക് മുട്ടുണ്ടാകാതെ ഇരുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരു മനുഷ്യൻ സ്തോത്രം നിറഞ്ഞ വല വലിച്ചു കയറ്റുകയാണ്. എങ്ങനെയാണ് നിറഞ്ഞ വല വലിച്ചു കയറ്റുകയാണ്? മുട്ടുവരാതെ ദൈവം കൊടുത്തു. മുട്ടുവരാതെ ദൈവം കൊടുക്കുന്നതിന് വേണ്ടി ആ മനുഷ്യൻ എന്താണ് ചെയ്തത്? ശ്രദ്ധിക്കണമേ. അതിനു മുമ്പ് ആ മനുഷ്യൻ രാത്രി മുഴുവൻ വീശിക്കൊണ്ടേ ഇരുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യൻ വീട്ടിന്റെ മുറിക്കകത്ത് മുറിപൂട്ടി ഇരുന്നപ്പോൾ ദൈവം മുട്ടു തീർത്തു കൊടുത്തു എന്ന് എഴുതിയിട്ടില്ല. ആമേൻ, സ്തോത്രം. ആ മനുഷ്യൻ എവിടെയെങ്കിലും പോയി നടന്നപ്പോൾ, തേരാപ്പാര നടന്നപ്പോൾ, നാട്ടുകാരുടെ വായി നോക്കി നടന്നപ്പോൾ മുട്ടു തീർത്തു കൊടുത്തു എന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ആ മനുഷ്യൻ അധ്വാനിച്ചു. ആ മനുഷ്യൻ രാവേറെ അധ്വാനിച്ചിട്ട് കിട്ടാത്തത് എൻ്റെ ദൈവം അവന്റെ വലയ്ക്കകത്ത് നൽകി. നീ അധ്വാനിക്കുമെങ്കിൽ, നീ നല്ല മനസ്സോടെ അധ്വാനിക്കുമെങ്കിൽ, നീ കഷ്ടപ്പെടുമെങ്കിൽ, നിന്റെ വലയ്ക്കകത്ത് കയറാത്തത്, ചുറ്റുമുള്ള ആരുടെ വലയിലും കയറാത്തത്, ദേശത്തിൽ ആർക്കും പ്രാപിക്കുവാൻ കഴിയാത്തത്. ഓ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, നന്ദി അപ്പാ. ചില വലകളെ അങ്ങ് നിറയ്ക്കുന്ന കൃപയ്ക്കായി. ഒത്തിരി അധ്വാനിച്ചിട്ട് നിറയാത്ത ചില വലകളെ, ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് നിറയാത്ത വലകളെ എൻ്റെ യേശു നിറയ്ക്കുന്ന കൃപയ്ക്കായി. പ്രിയരെ കേൾക്ക്, സ്തോത്രം. ലക്ഷങ്ങൾ വരുമാനമുള്ള ജോലിയൊന്നും വേണ്ട. സ്തോത്രം. 1000 വരുമാനമുള്ള ജോലി മതി. യേശുവൻ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഉള്ളവനേക്കാൾ ലക്ഷൂറിയസ് ആയി നിങ്ങൾ ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. ലക്ഷങ്ങൾ
വരുമാനമുള്ളവനേക്കാൾ ലക്ഷൂറിയസ് ആയി നിങ്ങൾ ജീവിക്കും. കാരണം ലക്ഷങ്ങൾ വരുമാനമുള്ളവന് ലക്ഷങ്ങൾ ചിലവുണ്ടാകും. ലക്ഷങ്ങൾ അവൻ ആശുപത്രിയിൽ കൊടുക്കേണ്ടി വരും. ലക്ഷങ്ങൾ അവൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാൻ വേണ്ടി ബിവറേജിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ലക്ഷങ്ങൾ അവൻ പുകയില കമ്പനിക്കാരെ വളർത്തുവാൻ വേണ്ടി കൊടുക്കേണ്ടി വരും. ലക്ഷങ്ങൾ അവൻ വല്ല വീട്ടിന്റെയും ആ ബേക്ക് വാതിലിൽ കൂടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. എന്നാൽ ഭക്തൻ അവനുള്ള ആയിരങ്ങളെ സംരക്ഷിക്കും. ആ ആയിരങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും. നീ അധ്വാനിക്കുമെങ്കിൽ നിന്റെ അധ്വാന ഫലം വർദ്ധിക്കും. ഓ താങ്ക് ലോർഡ്. നീ മടി കൂടാതെ അധ്വാനിക്കുമെങ്കിൽ അധ്വാനിക്കുള്ള ആരോഗ്യം നിനക്ക് ദൈവം തരും. നീ അധ്വാനിക്കുന്തോറും നീ വർദ്ധിച്ചു വരും. ഓ പ്രാധാന ശാഖാരതനെ ശന്ധാരകന. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. പ്രിയരെ, തിരിച്ചറിയുക, ഒത്തിരി പിള്ളേർ ഈ പരീക്ഷ സമയത്തൊക്കെ പ്രൈസ് ഫോർ ഫാമിലിയിലേക്ക് വിളിക്കും. അവർ സങ്കടത്തോടെ പറയുന്ന കാര്യമുണ്ട്, അങ്ങളെ എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ സന്തോഷത്തോടെ ചോദിക്കും, മക്കളെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? അവർ പറയും പഠിക്കുന്നുണ്ടെങ്കിലേ ഒന്നും മനസ്സിലാകുന്നില്ല. നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിലില്ലാത്തത് പരീക്ഷ ഹാളിൽ നീ വായിച്ചെടുത്തുനിന്ന് ദൈവം നിനക്ക് കാട്ടിത്തരും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അത് അനുഭവിക്കുന്നവർ ഇതിനകത്തുണ്ട്. അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്നവരിലുണ്ട്. ആമേൻ. ചിലപ്പോൾ എത്ര പഠിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ വരത്തില്ല. പക്ഷെ കേൾക്കും, നിങ്ങൾ പ്രാർത്ഥനയോടെ പരീക്ഷ ഹാളിൽ പേപ്പറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒത്തിരി പഠിച്ചിട്ടും ഓർമ്മ വരാത്തത് നിങ്ങളുടെ ഉള്ളിൽ വരും. പഠിച്ചിട്ടുണ്ടെങ്കിൽ വരും. അല്ലെങ്കിൽ ആ ഫേസ്ബുക്കിലെയും വാട്സാപ്പിലെയും DP വന്നുകൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. പഠിച്ചിട്ടുണ്ടെങ്കിൽ വരും. അധ്വാനിക്കുന്നവന് അവന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് ദൈവം നൽകി മാനിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തിരിച്ചറിയുക, വഞ്ചിക്കപ്പെട്ടു പോകരുത്. പിശാചിന്റെ സ്തോത്രം ആലോചനയിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത്. അധ്വാനിക്കേണ്ടത് ആവശ്യമത്രേ. അപ്പോൾ ഒരുപക്ഷെ ചിലർ ചിന്തിച്ചേക്കാം, ആമേൻ, ഞങ്ങൾ അധ്വാനിക്കണം, ഇവന് മാത്രം മൈക്കും പിടിച്ച് നിന്നാൽ മതി. പ്രിയരെ, മൈക്കും പിടിച്ച് നിൽക്കുന്നത് സിമ്പിൾ കാര്യമല്ല. വന്ന് നിന്ന് നോക്കണം. ആമേൻ, സ്തോത്രം. ആഴ്ചയിൽ 6 മെസ്സേജ്, അതുപോരാന്നിട്ട് ഇതിനകത്ത് പ്രസംഗിക്കുന്നത്, ലൈവിലുണ്ടെങ്കിൽ സൂമിലാണെങ്കിൽ ലൈവിൽ ഉള്ള മീറ്റിങ്ങുകൾ, ഇങ്ങനെ എങ്ങനെ പോയാലും ഒരാഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് 20-25 മെസ്സേജ്. ആമേൻ. ആദ്യത്തെ ഒരു 10-25 ഒക്കെ തപ്പിപ്പറക്കി എടുക്കാൻ പറ്റും. ബാക്കി ഒരു മെസ്സേജ് ഉണ്ടാവണമെങ്കിൽ അധ്യായങ്ങൾ കുത്തിയിരുന്ന് വായിച്ചു തീർക്കണം. ദൈവസന്നിധിയിൽ മുട്ടിൽ മേൽ നിൽക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു 16 മണിക്കൂർ കഷ്ടപ്പെടണം. ഇരിക്കാനും പറ്റത്തില്ല, എഴുന്നേൽക്കാനും പറ്റത്തില്ല. നല്ലൊരു മെസ്സേജ് കിട്ടിയില്ലെങ്കിൽ കിടന്നാൽ ഉറക്കവും വരത്തില്ല. നല്ലതുപോലെ അധ്വാനിക്കുന്നുണ്ട്. പിള്ളേർക്കൊപ്പം സമയം ചിലവഴിക്കുവാൻ കഴിയാതെ, നേരാംവണ്ണം ആഹാരം കഴിക്കുവാൻ കഴിയാതെ, എല്ലാ ദിവസവും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുന്നത് പോലൊരു അധ്വാനം വേറെ ഇല്ല. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധ്വാനിക്കുന്നവൻ അവന്റെ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവൻ അവന്റെ പ്രതിഫലമുണ്ട്. ആമേൻ. കേൾക്കണമേ. അപ്പോൾ നല്ല ഇടയൻ എന്ത് ചെയ്യും? ദൈവം നല്ല ഇടയനാണ്. യോഹന്നാൻ സുവിശേഷം 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കും. അതെ, എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ജീവനെ തരും. തൻ്റെ ജീവനെ തരും. ജീവനെ എടുക്കുന്ന അനേക ദൈവങ്ങൾ ലോകത്തിലുണ്ട്. ആമേൻ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. അനേകരെ ജയിലിലാക്കുന്ന ദൈവങ്ങളുണ്ട്. അനേകരെ കൊലപാതകികളാക്കി മാറ്റുന്ന ദൈവങ്ങളുണ്ട്. അനേകരെ പരിഹാസികളാക്കി മാറ്റുന്ന ദൈവങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ദൈവം നിങ്ങളെ പരിഹാസികളാക്കത്തില്ല. എൻ്റെ ദൈവം നിങ്ങളെ കൊലപാതകികളാക്കത്തില്ല. എൻ്റെ ദൈവം നിങ്ങളുടെ പ്രാണൻ എടുക്കത്തില്ല. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകും. എൻ്റെ യേശു നിങ്ങൾക്ക് വേണ്ടി ജീവനെ നൽകും. നല്ല ഇടയൻ എൻ്റെ യേശു ജീവനെ നൽകും. ആമേൻ. അവൻ ജീവനെ കൊടുക്കുന്നവനത്രേ. 10:12 പറയുന്നു. യോഹന്നാൻ സുവിശേഷമാണ്. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവരെ പിടിക്കുകയും ചെയ്യുന്നു. കള്ള ഇടയന്മാർ ഓടിക്കളയും, നല്ല ഇടയനോടത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ നല്ല ഇടയൻ്റെ കൂടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആമേൻ. ഓടത്തില്ല. എന്ത് പ്രശ്നം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, സ്തോത്രം, ആകാശം ഇടിച്ച് താഴെ കൊണ്ട് വെച്ചേരാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പ് പറയാനില്ല. പക്ഷെ കൂടെ കാണും. എങ്ങനെ? പ്രാർത്ഥനയോടെ നിങ്ങൾക്കൊപ്പം കാണും. ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം കാണും. നിങ്ങൾ ഉപവസിച്ചില്ലെങ്കിലും ഞങ്ങൾ ഉപവസിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കും. കാരണം ഞങ്ങൾ നല്ല ഇടയനെ കണ്ട് ഇറങ്ങിയവരാണ്. നോക്കൂ, നല്ല ഇടയൻ കൂടെ പോകുന്നവരാണ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ നല്ല ഇടയൻ കൂടെ പോകുക. എവിടെ? കൂട്ടം തെറ്റിപ്പോയ ഒരു ആട്ടിന് പിന്നാലെ. അതിനെ പോയി, അത് കയറിയ മുള്ളിന്റെ ഇടയിൽ കൂടെ പോയി, അത് പോയി പെട്ട പാറക്കൂട്ടത്തിന്റെ ഇടയിൽ കൂടെ ഊർന്നിറങ്ങി തന്റെ ശരീരമെല്ലാം രക്തമൊലിച്ചിട്ടും അതിനെയും വീണ്ടെടുത്ത് തിരിച്ചു വരുന്ന ഒരു ഇടയൻ. നിന്നെ ഒരിടത്തും നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ദൈവത്തിന്റെ കുഞ്ഞാണോ? നീ എൻ്റെ യേശുപ്പന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചവനാണോ? നിന്റെ ജീവിതം നീ യേശുവിന് കൊടുത്തവനാണോ, കൊടുത്തവളാണോ? നീ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാലപ്പോക്കിൽ നീ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഏതെങ്കിലും ഒരു മാസത്തിൽ, ഏതെങ്കിലും ഒരു കലണ്ടർ ഇയറിൽ നീ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ പെട്ടുകിടക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. മനുഷ്യന് പിശാച് നിന്നെ പെടുത്തിയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, അവർ കുഴികുത്തി നിന്നെ വീഴ്ത്തിയ സ്ഥാനത്ത് നിന്ന് എൻ്റെ
എൻ്റെ യേശു നിന്നെ പുറത്തു കൊണ്ടുവരും. അതെ, നീ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അതിനെ കണ്ടെത്തും. നിന്റെ നന്മകൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് അതിനെ കണ്ടെത്തും. കാണാതെ പോയ നിന്റെ കുടുംബ ജീവിതത്തെ എൻ്റെ കർത്താവ് കണ്ടെത്തും. കാണാതെ പോയ നിന്റെ തലമുറകളെ എൻ്റെ കർത്താവ് കണ്ടെത്തും. ആമേൻ. നോക്കൂ, 10:13 യോഹന്നാൻ സുവിശേഷം പറയുന്നു, അവൻ വിചാരമില്ലാത്തവനാണ് കൂലിക്കാർ അല്ലെങ്കിൽ കള്ള ഇടയന്മാർ, എന്നാൽ എൻ്റെ യേശുവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ യേശുവിന് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. ആർ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടില്ലെങ്കിലും, ആർക്ക് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാൻ സമയമില്ലെങ്കിലും, ആർക്ക് നിങ്ങളെക്കുറിച്ച് പറയുവാൻ സമയമില്ലെങ്കിലും, ആർക്ക് നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുവാൻ സമയമില്ലെങ്കിലും, എൻ്റെ യേശുവിന് സമയമുണ്ട്. അവൻ നിങ്ങളെക്കുറിച്ച് വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മകൾ, എൻ്റെ മകൻ, അതെ, നിങ്ങളുടെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി വിചാരപ്പെടുന്നത് പോലെ സ്വർഗത്തിലെ അപ്പൻ അതേ നിങ്ങൾക്ക് വേണ്ടി വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ നിങ്ങളുടെ തൊഴിലിനെ കുറിച്ച്, നിങ്ങളുടെ വരുമാന മാർഗത്തെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. നിന്റെ ഭാര്യയെക്കുറിച്ച്, നിന്റെ ഭർത്താവിനെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് എൻ്റെ ദൈവത്തിന് വിചാരമുണ്ട്. അതുകൊണ്ട് വിചാരണയിലുള്ളത്, അവൻ്റെ വിചാരണയിലുള്ളത് നഷ്ടപ്പെട്ടു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. ആമേൻ. അവൻ്റെ വിചാരണയിലുള്ളതിനെ പിടിച്ചു കൊണ്ടുപോകുവാൻ ഒരു മനുഷ്യനും ഒരു പിശാചിനും കഴിയത്തേ ഇല്ല. 4, എനിക്ക് മുമ്പിൽ അഥവാ ഭക്തന് മുമ്പിൽ ഒരുക്കിയ മേശയുണ്ട്. 23:5 സങ്കീർത്തനം 23:5 നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആമേൻ. വലിയ പെടാപ്പാടൊന്നും വേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടത് ഒരുക്കി തരും. ആമേൻ. നീ അവന്റെ സംരക്ഷണയിലാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ അവന്റെ സംരക്ഷണയിലാണെങ്കിൽ, നിന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം, നിന്നെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ദൈവം നിനക്ക് വേണ്ടത് ഒരുക്കി തരും. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് ഒരുക്കി തരും. ആമേൻ. നിന്റെ പല സാഹചര്യങ്ങളും കണ്ടിട്ട് ലോകവും മനുഷ്യരും പറയും, ഇവിടെ നീ തീർന്നു പോകും, ഇവിടെ നീ തകർന്നു പോകും, ഇവിടെ നിന്ന് ഒരു ചുമടവൻ മുൻപോട്ട് വയ്ക്കത്തില്ല, നീ പട്ടണി കിടന്ന് മരിക്കും. നോക്കൂ, ആഹാബ് ഒരിക്കൽ കരുതി, ആഹാബ് എന്ന രാജാവ് ഒരിക്കൽ കരുതി ഏലിയാവ് പട്ടണി കിടന്ന് മരിച്ചു പോകും. കാരണം ഏലിയാവ് പറഞ്ഞിട്ട് കേൾക്കാതെ തനിക്ക് വിരോധമായ ഒരു പ്രവചനം നടത്തി തോട്ടിൻ്റെ കരയിൽ പോയിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സ്തോത്രം, ആഹാബിന് മനസ്സിലായ അവൻ്റെ തോടൊക്കെ പറ്റി, അവൻ പോക്കായി, ഇതോടെ അവൻ തീർന്നു പോകും. എന്നാൽ അതേ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ദൈവം ഒരു സ്ത്രീയുടെ, ഒരു വിധവയുടെ ഭവനത്തിനകത്ത് ആ ഏലിയാവിന് വിരുന്നൊരുക്കി. ശ്രദ്ധിക്കണമേ. നിങ്ങൾ ചോദിക്കും, ദൈവദാസനെ എന്തുകൊണ്ടാണ് അത് വിരുന്നെന്ന് പറയുവാൻ കാരണം? എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് വിരുന്നാണ്. രാജാവ് പോലും ക്ഷാമത്തിൽ ആഹാരം കൊണ്ടുവയ്ക്കുമ്പോൾ പാചകപ്പുരയിൽ നിൽക്കുന്നവൻ്റെ മുഖത്ത് നോക്കും, നാളത്തേക്ക് ഉണ്ടാടെന്ന്. പക്ഷേ ഏലിയാവിന് നോക്കേണ്ട കാര്യമില്ല, അവൻ എടുക്കും തോറും വന്നുകൊണ്ടിരിക്കും. യേശുവിൻ നാമത്തിൽ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം നോക്കും, പരപരാ നോക്ക്, നാളെയും കിട്ടുമോ. അത് ലോകത്തിൻ്റെ നോട്ടം. നിനക്കെന്ത് വേണമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. നിനക്കവൻ ഒരുക്കി തരും, നിനക്കവൻ വിരുന്നൊരുക്കും, നിനക്കവൻ നല്ല മേശയുടെ അനുഭവത്തെ ഒരുക്കും. നിനക്ക് വേണ്ടത് എൻ്റെ ദൈവം ഒരുക്കി തരും. നല്ല ഭാവി എൻ്റെ ദൈവം ഒരുക്കി തരും. ഓ താങ്ക് യു ലോർഡ്. നല്ല കുടുംബം എൻ്റെ ദൈവം ഒരുക്കി തരും. തലമുറകളുടെ മുൻപോട്ടുള്ള ജീവിതം എൻ്റെ ദൈവം ഒരുക്കി തരും. അതെ, നീ പട്ടിണി കിടന്ന്, നീ നിന്നയായി, നീ അപമാനമായി, കടക്കാരനായി ചാകാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം ഒരുക്കി തരും. 5 സങ്കീർത്തനം 23:5 പറയുന്നു, അതെ, എനിക്ക് ചുറ്റും അഥവാ ഭക്തന് ചുറ്റും ശത്രുക്കളുണ്ട്. ഇപ്പോൾ ചിലർക്ക് സങ്കടം വരും, അയ്യോ ദൈവദാസനെ ഇത്രയും പറഞ്ഞത് ശരി, എന്നാൽ ശത്രുക്കളുണ്ടല്ലോ. ശത്രുക്കൾ എന്തിനാണ്? അവർ കാണുവാൻ അത്രേ നിനക്കൊരു ദൈവമുണ്ട്. ആ ദൈവം എങ്ങനെയാണ് നിന്നെ പോറ്റി പുലർത്തുന്നതെന്ന് കാണുവാൻ നിനക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ. ആ ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടേണ്ട, അവർ നിന്റെ ദൈവത്തെ കണ്ട് ഭയപ്പെടുവാനുള്ളവരത്രേ. ഓ ആമേൻ. തിരിച്ചറിയുന്നവർക്കായി സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. ചുറ്റും നിൽക്കുന്ന ശത്രുവിനെ കണ്ട്, ശത്രുവിന്റെ കൂട്ടത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ആ ശത്രു നിന്നെ തൊടുവാനല്ല, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ അറിയുവാൻ വേണ്ടിയാ. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ലോകത്തോട് സാക്ഷ്യം പറയുവാൻ. ഓ റാഥാന ഷഖാറത്തിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്. ആ ശത്രുവിനെ കണ്ട് നീ ഭയപ്പെടേണ്ട, ആ ശത്രുവിന്റെ പദ്ധതികൾ കണ്ട് നീ ഭയപ്പെടേണ്ട. ആ ശത്രുവിന് മുമ്പിൽ നിന്നെ
ഏൽപ്പിക്കാതെ, ആ ശത്രുവിന് മുമ്പിൽ നിന്നെ ഏൽപ്പിക്കാതെ, ആ ശത്രുവിന്റെ മധ്യത്തിൽ നിനക്ക് ജയം നൽകുന്ന ഒരു ദൈവമുണ്ടത് ദേശത്തോട് വിളിച്ചു പറയുവാൻ, ലോകത്തോട് വിളിച്ചു പറയുവാൻ. നിനക്ക് ചുറ്റും ശത്രുക്കളുണ്ട്. ആമേൻ. ആ ശത്രു വരും. ആമേൻ. സങ്കീർത്തനം 91:7 പറയുന്നു, വലതുവശത്ത് 1000 വരും, വശത്ത് 1000 വരും, വലതുവശത്ത് 10,000 വരും, എങ്കിലും അടുക്കുകയില്ല. ആമേൻ. വരുമെന്നേ, എണ്ണാൻ പറ്റാത്ത വിധത്തിൽ ശത്രുക്കൾ വരും, പ്രതിസന്ധികൾ വരും, വെല്ലുവിളികൾ വരും. എന്നാൽ കേൾക്ക്, അവൻ അടുക്കത്തേയില്ല. തീർന്നില്ല. 6-ാമതായി പറയുന്നു 23:5, എനിക്ക് മേൽ അഥവാ ഭക്തനുമേൽ അഭിഷേകം ഉണ്ട്. അഭിഷേകമുണ്ട്. ആ അഭിഷേകമാണ് നദിയായി പൊട്ടി പുറപ്പെടുവാൻ പോകുന്നത്. ചിലതിന്റെ കാലുകളെ ഇളക്കി മറിക്കുന്ന, സ്തോത്രം, ഉറപ്പിച്ചിരിക്കുന്ന, ചിലതിനെ കെട്ടഴിപ്പിച്ചു പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകത്തിന്റെ നദിയായി ആ അഭിഷേകം പൊട്ടി പുറപ്പെടുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. സ്തോത്രം. ശമൂവേലിന്റെ തൈലക്കൊമ്പിൽ നിന്ന് ദാവീദിന് മേൽ പകരപ്പെട്ട അഭിഷേകം യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ചിലരുടെ മേൽ അഭിഷേകം പകരപ്പെടുകയാണ്. ആമേൻ, ആമേൻ. ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം പകരപ്പെടുക. ആടിന്റെ ഇടയിൽ നിന്ന് ആളുകളുടെ ഇടയിലേക്ക് കൊണ്ടുപോയൊരു അഭിഷേകം. ആമേൻ. ആട് ശബ്ദം മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. മേ മേ എന്ന് അടിച്ചാലും ഇടിച്ചാലും പിടിച്ചാലും ശബ്ദമുണ്ടാക്കുന്നതിന്റെ അടുത്ത് നിന്ന് കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്നതിന്റെ അടുത്തേക്ക് അഭിഷേകം നിന്നെ കൊണ്ട് ചെല്ലെത്തിക്കുക. യെസ്. എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തതിന്റെ അടുത്തു നിന്ന് അഭിഷേകം പറഞ്ഞാൽ മനസ്സിലാകുന്നവരുടെ അടുക്കലേക്ക്. യെസ്. യേശുവിൻ നാമത്തിൽ സഹോദരി പ്രാർത്ഥിക്ക്. നിന്റെ മേൽ അഭിഷേകം പകരപ്പെടുമ്പോൾ നിന്റെ ഭർത്താവിന് പറഞ്ഞാൽ മനസ്സിലാകും. സഹോദര, നിന്റെ ഭാര്യയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകും. നിന്റെ മക്കൾക്ക് പറഞ്ഞാൽ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി അവർ കേൾക്കും. മനസ്സിലാകുക മാത്രമല്ല, അവർക്കത് കേൾക്കുവാൻ കഴിയും. അവർ കേൾക്കുവാനുള്ള അധികാരം. ആമേൻ. കേൾക്കുവാനുള്ള അധികാരം. ചിലർ പറയും, സ്തോത്രം, ആമേൻ, നീ കേട്ടു, ആ സീസൺ മാറുക, ഇനി നീ പറയും. അഭിഷേകമുള്ള നീ പറയും. ചിലർ കേൾക്കുവാൻ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം വ്യാപരിക്കുക. അഭിഷേകത്തിന്റെ ശക്തി നിറയുക. നീ വായ് തുറന്ന് സംസാരിക്കുവാൻ പോകുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകത്തിന്റെ ശക്തി. യേശുവിൻ നാമത്തിൽ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാതെ, നിങ്ങളുടെ ഇഷ്ടങ്ങളിൽ നിന്നും മാറി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലുന്ന, സ്തോത്രം, സംസാരിക്കുവാനും വായ് തുറന്ന് പറയുവാനും കഴിയുന്ന നിലവാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം. ആടുകളുടെ ഇടയിൽ നിന്ന്, വെറുതെ ശബ്ദമുണ്ടാക്കുന്നവരുടെ ഇടയിൽ നിന്ന് പറയുവാനും പറയുന്നത് കേൾക്കുവാനും കഴിവുള്ളവരുടെ ഇടയിലേക്ക്. നീ പറയുന്നത് കേൾക്കുവാൻ കഴിവുള്ള ജോലി സ്ഥലത്തേക്ക്, നീ പറയുന്നത് കേൾക്കുവാൻ തയ്യാറായ കുടുംബത്തിനകത്തേക്ക്, സഭയ്ക്കകത്തേക്ക്, ദേശത്തിലേക്ക്. യേശുവിൻ നാമത്തിൽ അഭിഷേകം വ്യാപരിക്കുക. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഇന്ന് പകലും ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന കൃപ. യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന കൃപയ്ക്കായി, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന കൃപയ്ക്കായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവർ ഉറവ പൊട്ടി പുറപ്പെടുക. അഭിഷേകത്തിന്റെ ഉറവ. നീ വായ് തുറന്ന് സംസാരിക്കുവാൻ പോകുക. സഹോദര, നീ വായ് തുറന്ന് സംസാരിക്കുവാൻ പോകുക. സഹോദരി, നീ വായ് തുറന്ന് സംസാരിക്കുവാൻ പോകുക. നീ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പോകുക. നീ കർത്താവിന് വേണ്ടി ഓടുവാൻ പോകുക. നീ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ പോകുക. നീ കർത്താവിന് വേണ്ടി ഇന്ന് ഇതിനകത്ത് നീ കടന്നു വന്നത്, നിന്റെ ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് ലോകം വിളിച്ചു പറഞ്ഞ ചിലത് ഇന്ന് എന്റെ ദൈവം തുറന്നു തരും. യേശുവിൻ നാമത്തിൽ അഭിഷേകം നുകത്തെ തകർക്കുക. എല്ലാ ബന്ധനങ്ങൾ വഴി യേശുവിൻ നാമത്തിൽ നന്ദി കർത്താവേ. പകരപ്പെടുന്ന കൃപയ്ക്കായി ലൈവിൽ വീക്ഷിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. അഭിഷേകം പകരപ്പെടുന്ന കൃപയ്ക്കായി, റൂമിനകത്ത് പകരപ്പെടുന്ന കൃപയ്ക്കായി, യാത്രയിൽ പകരപ്പെടുന്ന കൃപയ്ക്കായി, ആലയത്തിനകത്ത് പകരപ്പെടുന്ന കൃപ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അങ്ങ് ശക്തിയാൽ നിറച്ച കൃപയ്ക്കായി, അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറച്ച കൃപയ്ക്കായി താങ്ക് യു ലോർഡ്. നന്ദി കർത്താവേ. നന്ദി യേശുവേ. വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ.
ഈ ജനത്തെ ഘടകങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പൻ്റെ നാമമഹത്വത്തിനായി അങ്ങ് പ്രയോജനപ്പെടുത്തും. അഭിഷേകത്താൽ നിറച്ച് വഴികളെ വാതിലുകളെ വിശാലതയിൽ തുറന്ന് പുതിയതും ശ്രേഷ്ഠമേറിയതും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗമൊരുക്കും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അപ്പോൾ മറക്കണ്ട, വെള്ളിയാഴ്ച ദൈവം വെച്ചാൽ നമ്മൾ പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരിക. ഞായറാഴ്ച പിന്നെയും സഭാരാധനയായി നമ്മൾ ഒരുമിച്ച് തന്നെ ദൈവം വെച്ചാൽ ഉണ്ടാകും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.